welcome to our class. Today's topic is Echinodermata. It's a phylum belongs to the kingdom Animalia. So, the echinoderms are spiny skinned animals. Echinoderms എന്ന് പറയുന്നത് spiny skinned ആയിട്ടുള്ള animals ആണ്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു നെയിം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കുറേ ഫൈലംസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു സെക്കൻഡ് ലാസ്റ്റ് അല്ലെങ്കിൽ അതിന് കുറച്ച് മുന്നേ ആയിട്ട് വരുന്ന ഒരു ഫൈലമാണ് ഏത് ഫൈലം എക്കിനോഡർമേറ്റ. ഫൈലം എക്കിനോഡേംസിൽ വരുന്നതാണ്. സ്റ്റാർ ഫിഷ്, സീ അർച്ചിൻ ഒക്കെ ഇതിൽ വരുന്നതാണ് ഫൈലം എക്കിനോഡേംസിൽ വരുന്നതാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതേപോലെ തന്നെ സിമെട്രി എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി ഉണ്ട്, അതേപോലെ തന്നെ ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്. മീൻസ് അവരുടെ അഡൾട്ട് റേഡിയൽ സിമെട്രി ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, എന്നാൽ ഇവരുടെ തന്നെ ലാർവ ബൈലാറ്ററൽ സിമെട്രി ആണ് കാണിക്കുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് എക്കിനോഡേംസ് ദേ ഷോസ് radial symmetry, means the adult shows radial symmetry and the larva shows bilateral symmetry. Okay, and while talking about the germinal layers, they are triploblastic, which means they have 3 germinal layers. One ectoderm, endoderm and the middle mesoderm. So they are triploblastic and they have coelom. They are coelomates, which means they have a true coelom. Okay. ഇനി ഇവരുടെ ഹാബിറ്റ് ആൻഡ് ഹാബിറ്റേറ്റ് പറയുകയാണെങ്കിൽ ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ ഹാബിറ്റേറ്റിലാണ് ഇവരെ കൂടുതൽ കാണുന്നത്. അവിടെ തന്നെയാണ് കൂടുതലും ആരുണ്ടാവുക, ഈ എക്കിനോഡേംസ് കാണുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് എക്കിനോഡേംസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിരിക്കും. ബിക്കോസ് ദേ ഹാവ് എ മൗത്ത് ആൻഡ് അൻ ആനസ്, അതായത് 2 ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, മൗത്തും ഉണ്ട് അതേപോലെ തന്നെ ആനസും പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് പറയുന്നത്. ആൻഡ് ദെയർ മൗത്ത് ഈസ് ഓൺ ദ വെൻട്രൽ സൈഡ്. വെൻട്രൽ സൈഡിലായിരിക്കും മൗത്ത് ഉണ്ടായിരിക്കുക, ഡോസൽ സൈഡിൽ എന്തായിരിക്കും ആനസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. സോ ദെയർ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ് വിത്ത് മൗത്ത് ഓൺ വെൻട്രൽ സൈഡ് ആൻഡ് ആനസ് ഓൺ ദ ഡോസൽ സൈഡ്. ഓക്കെ, ഇതാണ് അവരുടെ മൗത്ത്. ഇത് വെൻട്രൽ സൈഡിലായിരിക്കും, അതിൻ്റെ ബാക്ക് സൈഡിൽ ഡോസൽ സൈഡിലായിട്ടായിരിക്കും ആര് കാണുക, അവരുടെ ആനസ് കാണുക. ഇനി ഇവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ദേ ഹാവ് ഡെർമൽ ബ്രാങ്കിയെ. ഡെർമൽ ബ്രാങ്കിയെ എന്ന് പറയുമ്പോൾ അവരുടെ സ്കിന്നിൽ ഗിൽസും അല്ലെങ്കിൽ പാപ്പിലേ എന്ന് പറയും, ഇത് അതേപോലെ തന്നെ ട്യൂബ് ഫീറ്റ്സ് ഉണ്ട്. ഈ ട്യൂബ് ഫീറ്റ്സിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുക, റെസ്പയർ ചെയ്യുന്നത്. ആൻഡ് ദ സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് എക്കിനോഡേംസ് ആർ ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ബിക്കോസ് അവിടെ എന്തുണ്ടാവില്ല, അവരുടെ ബ്ലഡ് വെസൽസ് ഉണ്ടാവില്ല. ഹാർട്ടിനെ കണക്ട് ചെയ്തിട്ട് കുറേ ബ്ലഡ് വെസൽസ് വഴിയൊന്നല്ല ബ്ലഡ് എന്ത് ചെയ്യുന്നത് ഓരോ ബോഡി പാർട്സിലേക്കും എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആയിരിക്കും. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അതേപോലെ തന്നെ ദേ ആർ ഡൈഷ്യസ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ബിക്കോസ് ദേ ഹാവ് എ ലാർവൽ സ്റ്റേജ് പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ആൻഡ് ദേ ആർ സിലിയേറ്റഡ് ഫ്രീ സ്വിമ്മിങ് ആൻഡ് ലാർവ. ദേ ഹാവ് സിലിയേറ്റഡ് ഫ്രീ സ്വിമ്മിങ് ലാർവ. അവരുടെ ലാർവ എന്ന് പറയുന്നത് അതിൽ സിലിയാസ് പ്രസൻ്റ് ആയിരിക്കും. അവർ ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ളതായിരിക്കും അവരുടെ ലാർവ എന്ന് പറയുന്നത്. ഈ ലാർവ എന്ന് പറയുന്നത് അഡൽട്ടിൻ്റെ ഏകദേശം അതേപോലത്തെ ഒരു ക്യാരക്ടറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും അവരുടെ ലാർവ എന്ന് പറയുന്നത്. ദേ ആർ ഡൈഷ്യസ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. അവരുടെ ലാർവ എന്ന് പറയുന്നത് സിലിയേറ്റഡ് ഫ്രീ സ്വിമ്മിങ് ലാർവ ആയിരിക്കും. ആൻഡ് വാട്ട് ആർ ദ യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഫൈലം? ഈ ഫൈലത്തിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് ആൻ എൻഡോസ്കെലിറ്റൻ. അവർക്കൊരു എൻഡോസ്കെലിറ്റൻ ഉണ്ട്. ആ എൻഡോസ്കെലിറ്റൻ്റെ പ്രത്യേകത എന്താ, ദാറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാൽക്കാരിയസ് ഓസിക്കിൾസ്. കാൽക്കാരിയസ് ഓസിക്കിൾസ് കൊണ്ടാണ് അവരുടെ എൻഡോസ്കെലിറ്റൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ ബോഡി എന്തായിട്ടുള്ളത്, സ്പൈനി ബോഡിയുടെ. ഇപ്പം നമുക്ക് സീ ഷോസ് എന്നൊക്കെ നമുക്ക് ചെറിയ സ്റ്റാർ ഫിഷസിന് കിട്ടും. അത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും, പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ടൈപ്പായിരിക്കും. അതിൻ്റെ കാൽക്കാരിയസ് ഷെല്ലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതെന്ത് ചെയ്യും, പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകും അല്ലേ. അപ്പോൾ ദേ ഹാവ് ആൻ എൻഡോസ്കെലിറ്റൻ ദാറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാൽക്കാരിയസ് ഓസിക്കിൾസ്. അതുകൊണ്ടാണ് കാൽക്കാരിയസ് ആ ഓസിക്കിൾസ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു സ്പൈനി ബോഡി ഫോം ചെയ്യുന്നത്. അങ്ങനെ ആ സ്പൈനി ബോഡീഡ് ആയിട്ടുള്ള ആനിമൽസ് ആയതുകൊണ്ടാണ് അവർക്ക് എന്ത് പേര് കിട്ടുന്നത്, എക്കിനോഡർമേറ്റ എന്ന് പറയുന്ന പേര് കിട്ടിയത്. ഇനി അത് മാത്രമല്ല, അവർക്ക് ഹെഡില്ല. ആനിമൽസ് ആണ്, പക്ഷെ അവർക്ക് എന്തില്ല, ഹെഡില്ല. ഇനി ഇവരുടെ ഒരു യുണീക്ക് ഫീച്ചറാണ് എന്ത്, വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഇതേപോലൊരു യുണീക്ക് ഫീച്ചർ നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ട്. വാട്ടർ വാസ്കുലർ സിസ്റ്റം പോലെ വാട്ടർ കനാൽ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ
ഫൈലം പോറിഫെറ. ഫൈലം പോറിഫേഴ്സിൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന് പകരം എന്താ ഉള്ളത്? വാട്ടർ കനാൽ സിസ്റ്റം ആണുള്ളത്. ഇവിടെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. അവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിരിക്കും. ഇവർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റവും ഇല്ല. അപ്പോൾ ഇവരുടെ യൂണിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദേ ഹാവ് ആൻ എൻഡോസ്കെലിട്ടൺ ദാറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാൽക്കാരിയസ് ഓസിക്കിൾസ് ആൻഡ് ദെയർ ബോഡി ഈസ് സ്പൈനി ബോഡി, ഹെഡ് ഈസ് ആബ്സെൻറ്റ്. They have water vascular system and the excretory system is absent in echinoderms. ഇനി ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിനെ പറയുന്ന വേറൊരു പേരാണ് ആംബുലാക്രൽ സിസ്റ്റം എന്ന് പറയും. ആംബുലാക്രൽ സിസ്റ്റം. ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാട്ടർ എന്ത് ചെയ്യും? ചെറിയ ചെറിയ പോപ്ലേറ്റ്സിലൂടെയാണ് എന്ത് ചെയ്യുക? അവരുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുക. അതിനെയാണ് മാഡ്രിപ്പൊറേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് റീച്ചസ് ദ റേഡിയേറ്റിംഗ് കനാൽസ്. അത് പിന്നീട് എവിടേക്ക് എത്തും? റേഡിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സർക്കുലേറ്റ് ചെയ്യുന്ന കനാലിലേക്ക് എത്തും. ആൻഡ് ദെൻ ടു ട്യൂബ് ഫീറ്റ്. ആ ട്യൂബ് ഫീറ്റിലൂടെ ട്യൂബ് ഫീറ്റിലേക്കാണ് എത്തുക. അതിനെയാണ് പോഡിയ പറയുന്നത്. ഓക്കെ, ട്യൂബ് ഫീറ്റ് അല്ലെങ്കിൽ പോഡിയ പറയും. ആൻഡ് ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ അതെങ്ങനെയാണ് നമ്മുടെ എക്കിനോഡേംസിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹെൽപ്സ് ഇൻ ദെയർ ലോക്കോമോഷൻ. അവരുടെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആൻഡ് ക്യാപ്ചറിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ആൻഡ് എക്സ്ക്രീഷൻ. ഫുഡിനെ ക്യാപ്ചർ ചെയ്യാനും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും എക്സ്ക്രീഷനും ഒക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഇനി ഈ എക്കിനോഡേംസിൻ്റെ എക്സാമ്പിൾസ് ആണ് ആസ്റ്ററിയാസ്, എക്കിനസ്, എക്കിനോകാർഡിയം, ആൻറ്റിഡൻ, ഒഫ്യൂറ, അതേപോലെ തന്നെ കുക്കുമേരിയ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇത് എക്കിനോഡേംസിന് എക്സാമ്പിളാണ്. ആസ്റ്ററിയാസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ ഫിഷ് ആണ്. എക്കിനസിന് പറയുന്ന വേറൊരു പേരാണ് സീ അർച്ചിൻ. അതേപോലെ തന്നെ ആൻറ്റിഡൻ സീ ലില്ലിയിൽ എന്നാണ് പറയുക. ഒഫ്യൂറ എന്ന് പറയുന്നത് ബ്രിട്ടിൽ സ്റ്റാർസ്, എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതായതുകൊണ്ട് ബ്രിട്ടിൽ സ്റ്റാർസ് എന്നുള്ള പേരാണ്. കുക്കുമേരിയ മീൻസ് സീ കുക്കുംബർ. ഓക്കെ, സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദ ഫൈലം എക്കിനോഡെർമേറ്റ. സോ എക്കിനോഡേംസിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോൾ നോക്കി. ഇനി അടുത്ത ഫൈൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഈ എക്കിനോഡേംസിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. സോ ദ ഓർഗനൈസേഷൻ മീൻസ് is organ system level of organization. Their symmetry is radial but the larva shows bilateral symmetry. They are germinal, triploblastic, they are coelomate and exclusively marine, and their digestive system is complete with a ventral mouth and a dorsal anus, and their respiratory system consists of dermal branchiae and tube feet, and their circulatory system is reduced and open circulatory system. They are dioecious. They shows external fertilization and their development is indirect development with a ciliated larva, and their unique features are their body is covered with spines and their head is absent. Calcareous endoskeleton is present, means calcareous ossicles are seen in the, and water vascular system present, and the excretory system is absent in echinoderms. Example Asterias, Echinus, Echinocardium, etc. Okay, so these are the features of phylum Echinodermata. And our next phylum is phylum Hemichordata. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഫൈലാണ് ഇത് ഹെമികോർഡേറ്റ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഫൈലം എന്ന് പറയുന്നത് കോർഡേറ്റയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ലാസ്റ്റ് ഫൈലം എന്ന് പറയുന്ന ഈ ഹെമികോർഡേറ്റേൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹെമികോർഡേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏർലിയർ കൺസിഡേർഡ് ആസ് എ സബ് ഫൈലം ബിലോങ്സ് ടു ദ ഫൈലം കോർഡേറ്റ. നമ്മൾ കോർഡേറ്റ എന്ന് പറയുന്ന ആ ഒരു ഫൈലത്തിൽ ഒരു സബ് ഫൈലായിട്ടായിരുന്നു നമ്മുടെ ഹെമികോർഡേറ്റനെ കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അതിനെ വേറൊരു സെപ്പറേറ്റ് ഫൈലായിട്ട് തന്നെ മാറ്റുകയാണ് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുകയാണ് ചെയ്തത്. സോ ഹെമികോർഡേറ്റ വാസ് ഏർലിയർ കൺസിഡേർഡ് ആസ് എ സബ് ഫൈലം ഓഫ് കോർഡേറ്റ ലൈക്ക് കോർഡേറ്റ്സ്. ഇറ്റ് ഹാസ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. അതായത് കോർഡേറ്റ്സിലുള്ളതുപോലെ തന്നെ ഇവർക്ക് എന്ത് പ്രസൻ്റ് ആണ്? ഫാരിൻസിൽ ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും. ഇനി അവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്താണെന്ന് അറിയാലോ. അതേപോലെ തന്നെ സിമെട്രി ഈസ് ബൈലാറ്ററൽ സിമെട്രി ബൈലാറ്ററൽ സിമെട്രി ആയിരിക്കും. അതേപോലെ തന്നെ ജേം ലെയേഴ്സ് എന്ന് പറയുമ്പോൾ 3 ജേം ലെയേഴ്സ് ഉണ്ട്. അതായത് ഇവർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. എക്ടോഡം, എൻഡോഡം, മീസോഡം, ഇങ്ങനെ 3 ജേം ലെയേഴ്സ് പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അവരുടെ സീലം പ്രസൻ്റ് ആണ്. ട്രൂ സീലം പ്രസൻ്റ് ആയതുകൊണ്ട് ദേ ആർ സീലോമേറ്റ്സ് ആണ്. അതേപോലെ തന്നെ അവരുടെ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ. അവർ മറൈൻ ഹാബിറ്റേറ്റിലാണ് കാണുന്നത്.
And the digestive system of hemichordates are complete digestive system because it consists of a mouth and anus. Digestive system complete ആണ്, കാരണം അവിടെ മൗത്തും പ്രസൻ്റ് ആണ്, അതേപോലെ തന്നെ ആനസും പ്രസൻ്റ് ആയിരിക്കും. ഇനി അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗിൽസ് ആണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ. ഗിൽസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, റെസ്പയർ ചെയ്യുന്നത്. അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്, കാരണം അവിടെ ബ്ലഡ് വെസൽസ് ഒന്നുമില്ല. ബോഡി ഓർഗൻസ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ആ ബ്ലഡിൽ വാഷ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ദേ ആർ ഡൈഷ്യസ്, അവർ ഡൈഷ്യസ് ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാൻ കാരണം എന്താ, അവിടെ ലാർവൽ സ്റ്റേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണെന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, അവരുടെ ബോഡിയുടെ പുറത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുക, ഫെർട്ടിലൈസേഷൻ നടക്കുക. ഓക്കെ, അതാണ് അവരുടെ റീപ്രൊഡക്ഷൻ്റെ കേസിൽ പറയുന്നത്. ഇനി ഇവരുടെ യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫൈലം എക്കിനോഡേംസിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി എന്ന് പറയുന്നത് വേം ലൈക്ക് ആണ്. വേം ലൈക്ക് ആയിരിക്കും, സിലിണ്ട്രിക്കൽ ബോഡിയാണ്. Okay, their body is worm-like and cylindrical body, and that is formed of anterior proboscis, a collar and a long trunk. അവിടെ anterior region കാണുന്ന ഈ ഭാഗത്തിനെയാണ് proboscis എന്ന് പറയുക. And they have a collar and a long trunk. ഒരു ട്രങ്ക് ഉണ്ടായിരിക്കും. Okay, and the collar bears stomachord. കോളറിൽ എന്തുണ്ട്, സ്റ്റോമോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്റ്റോമോകോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റുഡിമെൻ്ററി system or a rudimentary structure that is similar to chordates. നോട്ടോകോഡിൻ്റെ ആ ഒരു സ്ട്രക്ചറുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് എന്ത്, ഈ സ്റ്റോമോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോട്ടോകോഡ് പ്രസൻറ്റ് ആയതുകൊണ്ടാണ് കോർഡേറ്റ്സിന് ആ ഒരു പേര് കിട്ടുന്നത്. നോട്ടോകോഡ് ആബ്സെൻ്റ് ആണെങ്കിൽ അവരെ നോൺ കോർഡേറ്റ്സ് എന്നല്ലേ പറയുക. അപ്പോൾ അതേപോലെ നോട്ടോകോഡിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇത് സ്റ്റോമോകോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റോമോകോഡ് പ്രസൻറ്റ് ആയതുകൊണ്ടാണ് ഇവരെ ആദ്യം എന്തെന്ന് കൺസിഡർ ചെയ്തത്, കോർഡേറ്റ്സിലെ ഒരു സബ് ഫൈലായിട്ട് കൺസിഡർ ചെയ്തത്. പിന്നീട് അത് നോട്ടോകോഡ് അല്ല, ദാറ്റ് ഇസ് ജസ്റ്റ് സിമിലർ ടു നോട്ടോകോഡ് എന്നുള്ളത് കൊണ്ട് അതെന്തായി, അതിനെ വേറൊരു സെപ്പറേറ്റ് ഫൈലോ ആയിട്ട് കൺസിഡർ ചെയ്തു. ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻ, അവരുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും, വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രൊബോസസ് ഗ്ലാൻഡ്. പ്രൊബോസസ് ഗ്ലാൻഡ് ആണ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ ദീസ് ആർ ദ യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ഫൈലം ഹെമികോർഡേറ്റ. ഈ ഹെമികോർഡേറ്റ്സിൽ വളരെ കുറച്ച് ഓർഗാനിസംസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് ബലാനോഗ്ലോസസ്. ബലാനോഗ്ലോസസ് ഈസ് അതർവൈസ് നോൺ ആസ് ടങ് വേം. ഇതാണ് ബലാനോഗ്ലോസസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് സാക്കോഗ്ലോസസ്. രണ്ട് എക്സാമ്പിൾസ് മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ, ബലാനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദ ഫൈലം ഹെമികോർഡേറ്റ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. സോ നമുക്ക് ഹെമികോർഡേറ്റ എന്ന് പറയുന്ന ഫൈലം നമുക്ക് ബ്രീഫായിട്ടൊന്ന് വേഗം നോക്കാം. അവരുടെ ഓർഗനൈസേഷൻ മീൻസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ ട്രിപ്ലോബ്ലാസ്റ്റിക് സീലോമേറ്റ് ആനിമൽസ്. ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആൻഡ് ദെയർ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ് because it consists of a mouth and anus, and their respiratory organ is gills, and their circulation is open type of circulation, and they are dioecious, external fertilization, and their development is indirect development. And the unique features of these phylum are their body is worm-like, cylindrical. Worm-like ആണ്, cylindrical ആണ്. അവരുടെ ബോഡി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, പ്രൊബോസിസ്, കോളാർ ആൻഡ് ട്രങ്ക്. ഇതിൽ കോളാർ റീജിയനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, സ്റ്റോമോകോഡ് കാണാൻ സാധിക്കും. ആൻഡ് ദെയർ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്, പ്രൊബോസിസ് ഗ്ലാൻഡ്. ആൻഡ് ദെയർ examples are Balanoglossus and Saccoglossus. These two are the examples of the phylum Hemichordata. Okay, clear അല്ലേ? സോ ഇതാണ് ഹെമികോർഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ഫൈലം, അതായത് നമ്മളുടെ ലാസ്റ്റ് ഫൈലം എന്ന് പറയുന്നത് ഏതാണ്, ഫൈലം കോർഡേറ്റ. ഫൈലം കോർഡേറ്റ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, അവർക്ക് നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കും അല്ലേ. അത് കൂടാതെ കോർഡേറ്റ്സിന് വേറെയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ബേസിക്കലി അവരെ കോർഡേറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം, അല്ലെങ്കിൽ ഫൈലം കോർഡേറ്റ എന്ന് പറയാൻ കാരണം എന്തായിരുന്നു, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. മീസോഡെർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള റോഡ് ലൈറ്റ് സ്ട്രക്ചറാണ് എന്ത്, നോട്ടോകോഡ് എന്ന് പറയുന്നത്. ആ നോട്ടോകോഡ് പ്രസൻ്റ് ആയതുകൊണ്ടാണ് അവരെന്തെന്ന് വിളിക്കുന്നത്, കോർഡേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ കോർഡേറ്റ്സിൽ ഏതൊക്കെ ആനിമൽസ് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആനിമൽസ് ഇതിൽ വരുന്നുണ്ട്, ഫൈലം കോർഡേറ്റയിൽ വരുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആനിമൽസ് വിത്ത് നോട്ടോകോഡ്, ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ് ആൻഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. ഈ കോർഡേറ്റ്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കും. മീൻസ് നമ്മൾ പറഞ്ഞ ആ മീസോഡെർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള റോഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള
നോട്ടോകോഡ് പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ് പ്രസൻ്റ് ആണ്. ഡോർസൽ സൈഡിൽ ഒരു ട്യൂബുലാർ ആയിട്ടുള്ള നെർവ് കോഡ് പ്രസൻ്റ് ആണ്. പിന്നെ എന്തുണ്ടായിരിക്കും? ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഫാരിൻസിൻ്റെ ആ റീജിയനിൽ എന്തുണ്ടായിരിക്കും? ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും. ഇനി ഈ നോട്ടോകോഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ആൻഡ് that is located in the mid-dorsal line between elementary canal and nerve cord in the embryo. അതായത് നെർവ് കോഡിൻ്റെയും അതേപോലെ തന്നെ എലിമെൻ്ററി കനാലിൻ്റെയും ഇടയിലായിട്ട് കാണുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് എന്ത്? ഈ നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഇത് എംബ്രിയോൻ്റെ കേസിലായിരിക്കും. ഈ നോട്ടോകോഡ് എന്ന് പറയുന്നത് എംബ്രിയോൻ്റെ കേസിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇതാണ് നോട്ടോകോഡ്, ഇതാണ് ഡോർസൽ നെർവ് കോഡ്. ഈ ഒരു സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഒരു പിക്ചർ നമുക്ക് തന്നിട്ട് അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്താൻ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് എന്താണ്? നെർവ് കോഡാണ്. ഇത് അതിന് താഴെ ആയിട്ടാണ് എന്ത് വരുന്നത്? നോട്ടോകോഡ് വരുന്നത്. ഇതാണ് പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹാവ് പോസ്റ്റ് ആനൽ ടെയിൽ. അവർക്ക് പോസ്റ്റ് ആനൽ ടെയിലും പ്രസൻ്റ് ആയിരിക്കും. സോ കോഡേറ്റ്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കും, അതേപോലെ തന്നെ ഡോർസൽ ഹോളോ നെർവ് കോഡ് പ്രസൻ്റ് ആണ്. ആൻഡ് ദേ ഹാവ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ പോസ്റ്റ് ആനൽ ടെയിലും പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി പറയുന്നത് കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. സോ ഇവിടെ കോഡേറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് ആണ്, അതേപോലെ തന്നെ അവിടെ എന്താണ്? നോൺ കോഡേറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് ആണ്. കോഡേറ്റ്സിൽ നോട്ടോകോഡ് എംബ്രിയോണിക് സ്റ്റേജിൽ പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ നോൺ കോഡേറ്റ്സ്. നോൺ കോഡേറ്റ്സിൽ എന്തുണ്ടാവില്ല? നോട്ടോകോഡ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അവർ നോൺ കോഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി കോഡേറ്റിലെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്, അവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ സൈഡിലായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഹോളോ ആൻഡ് സിംഗിൾ. ഹോളോ ആയിരിക്കും, അതേപോലെ തന്നെ സിംഗിൾ ആയിരിക്കും. അവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അത് എവിടെയായിരിക്കും? ഡോർസൽ സൈഡിലായിരിക്കും, ഹോളോ ആയിരിക്കും, അതേപോലെ തന്നെ ഒരൊറ്റ എണ്ണേ ഉണ്ടായിരിക്കുള്ളൂ, സിംഗിൾ ആയിരിക്കും. പക്ഷേ നോൺ കോഡേറ്റ്സിൽ എങ്ങനെയാണ്? ദെയർ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഇൻ ദ വെൻട്രൽ സൈഡ്. അവരുടെ വെൻട്രൽ സൈഡിലായിരിക്കും കാണുന്നുണ്ടാവുക. അത് സോളിഡ് ആയിരിക്കും, അതേപോലെ തന്നെ രണ്ടെണ്ണം ഉണ്ടായിരിക്കും, ഡബിൾ ആയിരിക്കും. ഓക്കെ, കോഡേറ്റ്സിലെ ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ നോൺ കോഡേറ്റ്സിലെ ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ആബ്സെൻ്റ് ആയിരിക്കും. കോഡേറ്റ്സിൽ അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് വെൻട്രൽ സൈഡിലായിരിക്കും. നോൺ കോഡേറ്റ്സിൽ അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് അവരുടെ ഡോർസൽ സൈഡിലായിരിക്കും. കോഡേറ്റ്സിന് പോസ്റ്റ് ആനൽ ടെയിൽ പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ നോൺ കോഡേറ്റ്സ്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കോഡേറ്റ്സിന് എന്തുണ്ടായിരിക്കും? നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കും. നോൺ കോഡേറ്റ്സിന് എന്തുണ്ടായിരിക്കില്ല? നോട്ടോകോഡ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതാണ് അവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഫൈലം കോഡേറ്റ, ഈ ഫൈലം കോഡേറ്റനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ 3 സബ് ഫൈലംസ് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് യൂറോ കോഡേറ്റ അല്ലെങ്കിൽ ട്യൂണിക്കേറ്റ എന്നാണ് ആ ഒരു ഫൈലത്തിനെ പറയുക, സബ് ഫൈലത്തിനെ പറയുക. അതേപോലെ തന്നെ ഫൈലം സെഫാലോ കോഡേറ്റ ആൻഡ് ഫൈലം സബ് ഫൈലം വെർട്ടിബ്രേറ്റ. അപ്പോൾ നമ്മുടെ കോഡേറ്റ എന്ന് പറയുന്ന ആ ഒരു ഫൈലത്തിന് 3 സബ് ഫൈലംസ് വരുന്നുണ്ട്. സബ് ഫൈലം യൂറോ കോഡേറ്റ, അതേപോലെ തന്നെ സബ് ഫൈലം സെഫാലോ കോഡേറ്റ ആൻഡ് സബ് ഫൈലം വെർട്ടിബ്രേറ്റ. ഇങ്ങനെ 3 സബ് ഫൈലംസ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൽ സബ് ഫൈലം യൂറോ കോഡേറ്റൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരിൽ അവരുടെ നോട്ടോകോഡ് എന്ന് പറയുന്നത് ഈ ലാർവയുടെ ടെയിൽ റീജിയനിലായിരിക്കും കാണുന്നുണ്ടാവുക. ലാർവ ഉണ്ടായിരിക്കും, ആ ലാർവയുടെ ടെയിൽ റീജിയനിൽ മാത്രമേ എന്ത് കാണുന്നുണ്ടാവുള്ളൂ? ആ നോട്ടോകോഡ് കാണുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവരെ യൂറോ കോഡേറ്റ എന്ന് പറയുന്നത്. ആൻഡ് ദെയർ ബോഡി ഈസ് കവേർഡ് ബൈ ടെസ്റ്റ് മെയ്ഡ് ഓഫ് ട്യൂണിസിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ട് അവരുടെ ബോഡി കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്, ഹെർമഫ്രോഡൈറ്റ്സ് ആയിരിക്കും. എക്സാമ്പിളാണ് അസിഡിയ, സാൽപ്പ ആൻഡ് ഡോളിയോളം. അപ്പോൾ യൂറോ കോഡേറ്റ്സിന് എക്സാമ്പിൾ ഇത് സാൽപ്പ, അതേപോലെ തന്നെ എസിഡിയ ഉണ്ട്, പിന്നെ ഏതാ? ഡോളിയോലം. ഇതാണ് ഡോളിയോലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് subphylum Urochordata. So the subphylum Urochordata, their notochord is present only in the larval tail and their body is covered by a substance called tunicin and they are exclusively marine hermaphrodites, and example Acidia, Salpa and Doliolum. And the second subphylum is subphylum Cephalochordata. In Cephalochordata, the notochord is seen from the head to tail region. അതായത് അവരുടെ നോട്ടോകോഡ് എന്ന് പറയുന്നത് അവരുടെ ഹെഡ് റീജിയൻ മുതൽ ടെയിൽ റീജിയൻ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു
സ്ട്രക്ചറാണ് ഈ സെഫാലോകോഡേറ്റ്സിൽ അവരുടെ നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഹെഡ് മുതൽ ടെയിൽ വരെ എന്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? അവരുടെ നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് പേഴ്സസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. അതും ലാർവൽ സ്റ്റേജിലോ അല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിലോ മാത്രമായിരിക്കില്ല കാണുന്നുണ്ടാവുക. അവരുടെ ലൈഫ് ത്രൂ ഔട്ട് എന്തുണ്ടായിരിക്കും? ഈ നോട്ടോകോഡ് അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് പേഴ്സസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് ആൻഡ് ദേ ആർ ഫിഷ് ലൈക്ക് ഓർഗാനിസം. അവർ ഫിഷ് ലൈക്ക് ബോഡിയാണ് അവരുടെ ബോഡി എന്ന് പറയുന്നത്. അവർ എക്സ്ക്ലൂസീവ്ലി മറൈനാണ്, സെക്സസ് സെപ്പറേറ്റ് ആണ്. നേരത്തെ ഹെർമോഫ്രോഡൈറ്റ്സ് എന്ന് പറഞ്ഞു. ഇവരുടെ കേസിൽ എങ്ങനെയാണ്? അവരുടെ സെക്സസ് സെപ്പറേറ്റ് ആണ്. മെയിലും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫീമെയിലും ഉണ്ടായിരിക്കും. എക്സാമ്പിളാണ് ബ്രാങ്കിയോസ്റ്റോമ. എക്സാമ്പിൾ ബ്രാങ്കിയോസ്റ്റോമ അല്ലെങ്കിൽ ആംഫിയോക്സസ് ലാൻസെറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, ബ്രാങ്കിയോസ്റ്റോമ, ആംഫിയോക്സസ് ലാൻസെറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? സെയിം സംഭവമാണ്. That is belongs to the subphylum Cephalochordata. In the case of Amphioxus, cord is extended from their head to tail region. Okay, so that is about subphylum Cephalochordata. And the last subphylum, that is Vertebrata. വെർട്ടിബ്രേറ്റ്സിൽ ഈ നോട്ടോകോഡ് എന്ന് പറയുന്നത് ഇവരുടെ എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കും കാണുന്നുണ്ടാവുക. എന്നിട്ട് ആ നോട്ടോകോഡിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരും? വെർട്ടിബ്രൽ കോളം വരും. അങ്ങനെ വെർട്ടിബ്രൽ കോളം ഉള്ളതുകൊണ്ടാണ് അവരെന്തെന്ന് പറയുന്നത്? വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ പോസസ് നോട്ടോകോഡ് ഡ്യൂറിങ് ദ എംബ്രിയോണിക് പീരീഡ്. അവരുടെ ബോഡിയിലെ നോട്ടോകോഡ് എംബ്രിയോണിക് പീരീഡിലായിരിക്കും കാണുന്നുണ്ടാവുക. ആൻഡ് ദിസ് നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളം. ഒന്നുകിൽ കാർട്ടിലേജിനസോ അല്ലെങ്കിൽ ബോണി ആയിട്ടുള്ള വെർട്ടിബ്രൽ കോളം ആയിട്ട് അവിടെ മാറും ആൻഡ് അഡൾട്ട് ആവുമ്പോൾ. ഓക്കെ, ഇനി അവരുടെ വെൻട്രൽ മസ്കുലാർ ഹാർട്ടായിരിക്കും. വെൻട്രൽ സൈഡിലായിരിക്കും അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത്. അത് മസ്കുലാർ ഹാർട്ടായിരിക്കും. കിഡ്നിയാണ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഓസ്മോ റെഗുലേഷൻ, ഓസ്മോട്ടിക് ബാലൻസിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് പെയർഡ് അപ്പൻഡേജസ്. അവർക്ക് പെയർഡ് ആയിട്ടുള്ള അപ്പൻഡേജസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 കൈകളുണ്ട്, അതേപോലെ തന്നെ 2 കാലുകളുണ്ട്. അതായത് പെയർഡ് ആയിരിക്കും നമ്മുടെ ലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ഹാവ് പെയർഡ് അപ്പൻഡേജസ് ഓഫ് ഫിൻസ്. ഫിഷസിൻ്റെ കേസിലാണെങ്കിൽ ഫിൻസ് എന്നാണ് നമ്മളതിനെ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത ഇനി നമ്മൾ നോക്കുന്നത് വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന സബ് ഫൈലത്തിൽ വരുന്ന ബാക്കിയുള്ള ക്ലാസിഫിക്കേഷനാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈലം ഓർ സബ് ഫൈലം വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റയിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ വെർട്ടിബ്രേറ്റ്സിനെ ബേസിക്കലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അഗ്നാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോസ് ഉണ്ടായിരിക്കില്ല. ജോസ് ഉണ്ടല്ലോ, ഈ ജോസ് ഉണ്ടായിരിക്കില്ല. ജോസ് ഇല്ലാത്തവരെയാണ് അഗ്നാത്ത എന്ന് പറയുന്നത്. മറ്റേതേതാ? നാത്തോസ്റ്റൊമാറ്റ. നാത്തോസ്റ്റൊമാറ്റ ദേ ബെയേഴ്സ് ജോസ്. അവർക്ക് എന്തുണ്ടായിരിക്കും? ഈ ജോസ് പ്രസൻ്റ് ആയിരിക്കും. സോ ഇവരെ വെർട്ടിബ്രേറ്റ്സിനെ ജോസ് പ്രസൻ്റ് ആണോ അല്ലേ എന്നുള്ളതിൻ്റെ ബേസിൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അഗ്നാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്തയ്ക്ക് എന്തില്ല? ജോസ് പ്രസൻ്റ് ആയിരിക്കില്ല. നാത്തോസ്റ്റൊമാറ്റയ്ക്ക് എന്തുണ്ടായിരിക്കും? ജോസ് പ്രസൻ്റ് ആയിരിക്കും. ഇനി ഈ അഗ്നാത്തയിൽ ഒരേ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് മാത്രമേ അഗ്നാത്തയിലുള്ളൂ. ഇനി നാത്തോസ്റ്റൊമാറ്റയിൽ അവർ എങ്ങനെയാണ്? ജോബെയറിംഗ് ആണ്. ഇവർ 2 സൂപ്പർ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 സൂപ്പർ ക്ലാസ്സസ് ആണ് പിസസും അതേപോലെ തന്നെ ടെട്രാപോഡ്സും. പിസസ് ആൻഡ് ടെട്രാപോഡ്സ്. സോ ദ ഗ്നാത്തോസ്റ്റൊമാറ്റ കൺസിസ്റ്റ് ഓഫ് 2 സൂപ്പർ ക്ലാസ്സസ്. വൺ ഈസ് പിസസ് ആൻഡ് അതർ വൺ ഈസ് ടെട്രാപോഡ. ഈ പിസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ബെയേഴ്സ് ഫിൻ. അവർക്ക് എന്തുണ്ടായിരിക്കും? ഫിൻ ഉണ്ടായിരിക്കും. ഇനി ടെട്രാപോഡ്സിനാണെങ്കിലോ ദേ ബെയർ ലിംസ്. ഫിൻസിന് പകരം അവർക്ക് എന്തായിരിക്കും? ലിംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സൂപ്പർ ക്ലാസ് പീസസിൽ വരുന്ന 2 ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ്സസ് ആണ് ഇത് ഓസ്ട്രിക്തസും അതേപോലെ തന്നെ കോൺട്രിക്തസും. സോ ദ സൂപ്പർ ക്ലാസ് പീസസ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2, ദാറ്റ് ഈസ് കോൺട്രിക്തസ് ആൻഡ് ഓസ്ട്രിക്തസ്. ആൻഡ് ദ സൂപ്പർ ക്ലാസ് ടെട്രാപോഡ, ദാറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 4, ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മമീലിയ. ഇങ്ങനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഗ്നാത്തോസ്റ്റൊമാറ്റയിൽ വരുന്നത് ഏതെന്ന് നമ്മൾ പറഞ്ഞു? ഒരേ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. ആ ക്ലാസ് ആണ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഓക്കെ, അപ്പോൾ സൈക്ലോസ്റ്റൊമാറ്റേൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ സൈക്ലോസ്റ്റൊമാറ്റയ്ക്ക് എക്സാമ്പിൾ. ഇത് ഈ ഫിഷ് അല്ല, ഈ ഫിഷിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് കാണുന്ന, ഈ സക്ക് ചെയ്തിട്ട് കാണുന്ന ഈ ഒരു ഓർഗാനിസമാണ് സൈക്ലോസ്റ്റൊമാറ്റ. സോ സൈക്ലോസ്റ്റൊമാറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ ഫിഷസ്. അതായത് ഫിഷസിൻ്റെ മുകളിൽ എക്ടോ പാരസൈറ്റ്സ് ആയിട്ടാണ് ആരെ കാണുക? സൈക്ലോസ്റ്റൊമാറ്റ്സിനെ കാണുന്നത്. എക്ടോ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡിയുടെ സർഫസിലായിരിക്കും കാണുന്നുണ്ടാവുക. എൻഡോ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കാണുന്ന പാരസൈറ്റ്സിനെയാണ് എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയുക. എക്ടോ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർഫസിലായിരിക്കും കാണുക. സോ
the class cyclostomates are the ectoparasites on some fishes. They are ectoparasites. Class cyclostomates are the ectoparasites on fishes and their body is elongated without scales and fins. അവർക്ക് ബോഡി ഇലോങ്ങേറ്റഡ് ആണ്, പക്ഷെ എന്തുണ്ടാവില്ല, സ്കെയിൽസ് ഉണ്ടായിരിക്കില്ല, അതേപോലെ തന്നെ ഫിൻസ് ഉണ്ടായിരിക്കില്ല, പെയേർഡ് ആയിട്ടുള്ള ഫിൻസ് ഉണ്ടായിരിക്കില്ല. വെറും ഫിൻസ് അല്ല, പെയേർഡ് ഫിൻസ് ആബ്സെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഗിൽസ് ആണ്. ആൻഡ് ദെയർ റെസ്പിറേറ്ററി ഓർഗൻ കൺസിസ്റ്റ് ഓഫ് 6 to 15 pairs of gill slits. ഒരു 6 to 15 pairs എന്തുണ്ടായിരിക്കും, gill slits പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് their mouth is circular and sucking one. സർക്കുലാർ ആയിരിക്കും, അതേപോലെ തന്നെ സക്കിംഗ് ടൈപ്പ് ആയിരിക്കും. ഇതാണ് അവരുടെ സർക്കുലാർ മൗത്ത് എന്ന് പറയുന്നത്. അതും സക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ സക്കിംഗ് മൗത്ത് ഉള്ളതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മറ്റുള്ള ഫിഷസിൻ്റെ മുകളിൽ എക്ടോ പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ സക്കിംഗ് മൗത്ത് യൂസ് ചെയ്തിട്ട് ഈ ഫിഷസിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഇങ്ങനെ സക്ക് ചെയ്തിട്ടിരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അത് വെച്ചിട്ട് മൂവ് ചെയ്യും. ആ ഫിഷസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, സോ ദേ ഹാവ് 6 to 15 pairs of gillets for respiration and they have a cartilaginous cranium and vertebral column. അവരുടെ വെർട്ടിബ്രൽ കോളവും അതേപോലെ തന്നെ ക്രേനിയവും എങ്ങനെയാണ്, കാർട്ടിലേജിനസ് ആണ്. ഇവരുടെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്, ഓപ്പൺ അല്ല, ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. മറൈൻ ആണെങ്കിലും പക്ഷെ ഇവരെന്ത് ചെയ്യും, സ്പോണിങ്ങിന് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. മറൈനാണ് ആരാ, സൈക്ലോസ്റ്റൊമേറ്റ്സ്. ഇവരെന്ത് ചെയ്യും, സ്പോണിങ്ങിന് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് സ്പോണിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, അവർ ഡെഡ് ആവും. അഡൾട്ട് എന്ത് ചെയ്യും, സ്പോണിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെഡ് ആവും. കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ഡെഡ് ആവും. പിന്നെ ആ ലാർവ എന്ത് ചെയ്യും, അവിടുന്ന് മെറ്റമോർഫോസിസ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വീണ്ടും എവിടേക്ക് തന്നെ വരും, മറൈൻ വാട്ടറിലേക്ക് തന്നെ വരും. They are marine but migrate for spawning to fresh water and after spawning they die and their larva after metamorphosis return to the ocean. മെറ്റമോർഫോസിസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ലാർവ തിരിച്ച് വീണ്ടും എവിടേക്ക് വരും, ഓഷ്യനിലേക്ക് തന്നെ വരും. ഓക്കെ, സോ ഇതിന് എക്സാമ്പിൾസ് ആണ് പെട്രോമൈസൺ, അതേപോലെ തന്നെ മിക്സിൻ ഒക്കെ. പെട്രോമൈസൺ പറയുന്ന വേറൊരു പേരാണ് ലാംബ്രേ, അതേപോലെ തന്നെ മിക്സിൻ എന്ന് പറയുന്നത് ഹാഗ്ഡ് ഫിഷ്. ഇതാണ് നമ്മളുടെ മിക്സിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാഗ് ഫിഷ് എന്ന് പറയുന്നത്. ലാംബ്രേ, ഈ കാണുന്നതാണ് ലാംബ്രേ അല്ലെങ്കിൽ പെട്രോമൈസൺ എന്ന് പറയുന്നത്. ഇവർ രണ്ടും എന്തിന് എക്സാമ്പിളാണ്, ഇവർ സൈക്ലോസ്റ്റൊമാറ്റയ്ക്ക് എക്സാമ്പിളാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ സൈക്ലോസ്റ്റൊമാറ്റൻ്റെ കേസിൽ പറഞ്ഞത് എന്തായിരുന്നു, സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ദേ ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ ഫിഷസ്. ഫിഷസിൽ എക്ടോ പാരസൈറ്റ്സ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അവരുടെ ബോഡി എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ്. ദാറ്റ് ഡിവൈഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയേർഡ് ഫിൻസ്. സ്കെയിൽസും പെയേർഡ് ഫിൻസും ഉണ്ടായിരിക്കില്ല. പിന്നെ 6 to 15 എന്തുണ്ടായിരിക്കും, ഗിൽ സ്ലിറ്റ്സ്, പെയേർഡ് ആയിട്ടുള്ള ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്, അവരുടെ മൗത്ത് എന്ന് പറയുന്നത് സർക്കുലാർ ആൻഡ് സക്കിംഗ് ടൈപ്പ് ആയിരിക്കും. മൗത്ത് എന്ന് പറയുന്നത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഇവർ സ്പോണിങ്ങിന് മറൈനാണ്, പക്ഷേ അവരെന്ത് ചെയ്യും, സ്പോണിങ്ങിന് വേണ്ടിയിട്ട് എവിടേക്ക് പോയും, ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. സ്പോണിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡൾട്ട് ഡെഡ് ആവും. അതിനുശേഷം ഡൈ ചെയ്തതിന് ശേഷം ബാക്കി നമ്മുടെ ലാർവ എന്ത് ചെയ്യും, അവരവിടെ മെറ്റമോർഫോസിസ് കംപ്ലീറ്റ് ചെയ്തിട്ട്, മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്മെൻറ്റിനെയാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുക. എന്നിട്ട് ആ മെറ്റാമോർഫോസിസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ തിരിച്ച് എവിടേക്ക് തന്നെ വരും, വീണ്ടും ഓഷ്യനിലേക്ക് തന്നെ എത്തും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് സൈക്ലോസ്റ്റൊമാറ്റ, ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഇനി അടുത്തത് ഏതാണ്, അടുത്ത സൂപ്പർ ക്ലാസ് ആണ് ക്ലാസ് പിസസ് അല്ലേ. അതായത് അഗ്നാത്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഇത്, നാത്തോസ്റ്റൊമാറ്റ. വെർട്ടിബ്രേറ്റ്സിന് 2 ഡിവിഷൻ ഉണ്ട്, അഗ്നാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്തയിൽ ഒരേ ഒരു ക്ലാസ്സേ ഉള്ളൂ. ആ ക്ലാസ് എന്ന് പറയുന്നത് സൈക്ലോസ്റ്റൊമാറ്റയാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവർ എക്ടോ പാരസൈറ്റ്സ് ആയിരിക്കും, ഫിഷസിൻ്റെ മുകളിൽ എക്ടോ പാരസൈറ്റ്സ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. പിന്നെ പറയുന്നത് ആരിനെ കുറിച്ചിട്ടാണ്, പിന്നെ നമ്മൾ നോക്കുന്നത് സൂപ്പർ ക്ലാസ് പിസസ്. ആൻഡ് ദിസ് സൂപ്പർ ക്ലാസ് പിസസ് കൺസിസ്റ്റ് ഓഫ് 2 ക്ലാസസ്, ദാറ്റ് ഈസ് ക്ലാസ് കോൺട്രിക്ടസ് ആൻഡ് ഓസ്റ്റിക്ടസ്. കോൺട്രിക്ടസ് എന്ന് പറയുമ്പോൾ അവർ കാർട്ടിലേജിനസ് ഫിഷസ് ആയിരിക്കും. ഓസ്റ്റിക്ടസ് ആണെങ്കിലോ അവർ ബോണി ഫിഷസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സൂപ്പർ ക്ലാസ് ഫിഷസിൽ 2 എണ്ണം വരുന്നുണ്ട്, ഒന്ന് കോൺട്രിക്ടസും അതേപോലെ തന്നെ ഓസ്റ്റിക്ടസും. കോൺട്രിക്ടസ് എന്ന് പറയുമ്പോൾ സീലല്ലേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, കോൺട്രിക്ടസ് ആണെങ്കിൽ അവരുടെ എൻഡോസ്കെലട്ടൺ എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് ആയിരിക്കും. സോ ദേ ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ ആൻഡ് ഓസ്റ്റിക്ടസ് they have bony endoskeleton. Okay, so next is constrictus. സോ ഈ കോൺട്രിക്ടസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞു, അവരുടെ എൻഡോസ്കെലട്ടൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ ആണ്.
ഓക്കെ, സ്ട്രീം ലൈൻഡ് ബോഡിയാണ്, പെയർഡ് ഫിൻസ് പ്രസൻ്റ് ആയിരിക്കും, അതേപോലെ തന്നെ ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും. പക്ഷേ ഇവരുടെ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പർക്കുലം വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, കവർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇതാണ് കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഫിഷസിൻ്റെ ഒരു പ്രത്യേകത. അവർക്ക് ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ അത് ഓപ്പർക്കുലം വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, കവർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൂടാതെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താ, ഇവരുടെ മൗത്ത് എന്ന് പറയുന്നത് വെൻട്രൽ സൈഡിലായിരിക്കും കാണുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷാർക്കിനെ അറിയാം അല്ലേ, ഈ ഷാർക്കിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി നോക്കുക. ഈ ഷാർക്ക് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്, ഒരു കോൺട്രാക്ടസിന് എക്സാമ്പിളാണ്. ബെറ്റർ നമ്മളൊരു ഓരോ ഫൈലം പഠിക്കുമ്പോഴേ അല്ലെങ്കിൽ ഓരോ ക്ലാസ് പഠിക്കുമ്പോഴേ ഒരു എക്സാമ്പിൾ മനസ്സിൽ കണ്ടിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഷാർക്കിൻ്റെ കേസ് നോക്കി നോക്കുക. അവരുടെ ബോഡി എന്ന് പറയുന്നത് സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. ഓക്കെ, അവർക്ക് ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണ്, പക്ഷേ ആ ഗിൽ സ്ലിറ്റ്സിനെ കവർ ചെയ്തിട്ട് ഓപ്പർക്കുലം ഉണ്ടാവും. ഓപ്പർക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിഷസിനൊക്കെ ഒരു മുകളിലൊരു കവറിങ് ഉണ്ടായിരിക്കും ഇല്ലേ, ആ കവറിങ് ഇല്ലാത്തതായിരിക്കും ഇവരുടെ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അവരുടെ മൗത്ത് എവിടെയാണ് കാണുന്നുണ്ടാവുക, വെൻട്രൽ സൈഡിലായിരിക്കും കാണുന്നുണ്ടാവുക. ഈ ഒരു റീജിയനിലായിരിക്കും, വെൻട്രൽ സൈഡിലായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, കോൺട്രാക്ടസ് ആർ മറൈൻ. കോൺട്രാക്ടസ് മറൈൻ ആയിരിക്കും, അതേപോലെ തന്നെ സ്ട്രീം ലൈൻ ബോഡിയാണ്, അവർ പ്രിഡേഷ്യസ് ആണ്. ആൻഡ് ദേ ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ. അവരുടെ എൻഡോസ്കെലട്ടൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, കാർട്ടിലേജിനസ് ആയിരിക്കും. ഇനി ഓസ്ട്രിക്ടസിൻ്റെ കേസിൽ അവർ മറൈനും ഉണ്ട്, ഫ്രഷ് വാട്ടറും ഉണ്ട്. കോൺട്രാക്ടസ് എന്ന് പറയുന്നത് മറൈൻ ആണ്, ഫ്രഷ് വാട്ടർ അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഓസ്ട്രിക്ടസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഫ്രഷ് വാട്ടറും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മറൈനും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അവരുടെ ബോഡി എങ്ങനെയാണ്, സ്ട്രീം ലൈൻ ബോഡിയാണ്. എൻഡോസ്കെലട്ടൺ എന്തുകൊണ്ടാണ്, ബോണി എൻഡോസ്കെലട്ടൺ ആണ്. ഓക്കെ, ബോണി എൻഡോസ്കെലട്ടൺ ആണ് ആരുടേത്, ഓസ്ട്രിക്ടസിൻ്റെ. ഇത് നമ്മുടെ കാർട്ടിലേജിനസ് ഫിഷാണ്. അതാരാ, അതൊരു ബോണി ഫിഷാണ്. നമ്മുടെ സാധാ മീനുകളൊക്കെ നമ്മൾ ഇതിലേക്ക് വരും, ഈ ബോണി ഫിഷസിൽ വരും. അതേപോലെ തന്നെ ഷാർക്ക്, പിന്നെ ട്രൈഗൺ, തെരണ്ടി എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ ഇതിലാണ് വരുന്നത്, കാർട്ടിലേജിനസ് ഫിഷസിൽ വരുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, ഇനി അടുത്ത ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ മൗത്ത് എന്ന് പറയുന്നത് വെൻട്രൽ സൈഡിലായിരിക്കും. ആൻഡ് ദേ ഹാവ് പവർഫുൾ ജോസ്. അവരുടെ ജോസ് എന്ന് പറയുന്നത് പവർഫുൾ ആയിരിക്കും. പക്ഷേ ഓസ്ട്രിക്ടസിൻ്റെ അവരുടെ മൗത്ത് എവിടെയാണ്, ടെർമിനൽ റീജിയനിലായിരിക്കും മൗത്ത് ഉണ്ടാവുക. ഓസ്ട്രിക്ടസിലെ മൗത്ത് ടെർമിനൽ ആയിരിക്കും. ഇനി കോൺട്രാക്ടസിൽ അവർക്ക് ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു, പക്ഷേ ആ ഗിൽ സ്ലിറ്റ്സിനെ കവർ ചെയ്തിട്ട് ആരുണ്ടായിരിക്കില്ല, ഓപ്പർക്കുലം ഉണ്ടായിരിക്കില്ല. സോ ഗിൽ സ്ലിറ്റ്സ് വിത്തൗട്ട് ഓപ്പർക്കുലം. പക്ഷെ ഇവിടെ നോക്കി നോക്കൂ, ദേ ഹാവ് 4 പെയർ ഓഫ് ഗിൽസ്. അവർക്ക് 4 പെയർ ഗിൽസ് ഉണ്ടായിരിക്കും. ഈ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുക, ഓപ്പർക്കുലം എന്ന് പറയുക. ഈ ഒരു കവറിങ്ങിനെയാണ് ഓപ്പർക്കുലം എന്ന് പറയുന്നത്. അങ്ങനെ ഗിൽസിനെ എന്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും, ഓപ്പർക്കുലം വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ എന്താ പറയുന്നത്, കോൺട്രാക്ടസിൽ അവരുടെ സ്കെയിൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. സ്കെയിൽസ് പ്രസൻ്റ് ആണ്, പക്ഷെ പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. എന്നാൽ ഓസ്ട്രിക്ടസിൽ അവരുടെ സ്കെയിൽസ് എന്ന് പറയുന്നത് സൈക്ലോയിഡ് സ്കെയിൽസ് ആയിരിക്കും. സൈക്ലോയിഡ് സ്കെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മീനൊക്കെ നന്നാക്കുന്ന സമയത്ത് ഒരു സർക്കുലർ ആയിട്ടുള്ള സ്കെയിൽസ് കാണും ഇല്ലേ, അതാണ് സൈക്ലോയിഡ് സ്കെയിൽസ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേ ഹാവ് സൈക്ലോയിഡ് സ്കെയിൽസ് ആർക്ക്, ഓസ്ട്രിക്ടസിന്. പക്ഷെ കോൺട്രാക്ടസിന് എങ്ങനെയാ, ദേ ഹാവ് പ്ലക്കോയിഡ് സ്കെയിൽസ്. പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ് ആർക്കുള്ളത്, കോൺട്രാക്ടസിനുള്ളത്. പ്ലക്കോയിഡ് സ്കെയിൽസ് എന്ന് പറയുന്നത് മൈന്യൂട്ട് ആണ്, അത് സ്കിന്നിനുള്ളിൽ എംബഡഡ് ചെയ്തിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. സോ ദേ ഹാവ് പ്ലക്കോയിഡ് സ്കെയിൽസ്. ഇതാണ് പ്ലക്കോയിഡ് സ്കെയിൽസിൻ്റെ സ്ട്രക്ചർ. ഇതിങ്ങനെ സ്കിന്നിനുള്ളിലായിട്ട് എംബഡഡ് ചെയ്തതായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഷാർക്കിനൊക്കെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ഭയങ്കര റഫായിട്ട് കാണും. കാരണം ഇതിങ്ങനെ തരിതരി പോലെ ഈ പ്രൊജക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്കെയിൽസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ റഫായിട്ട് തോന്നുന്നത്. ഓക്കെ, ഇനി ഇവർക്ക് ടീത്ത് ഉണ്ട്, ആർക്ക്, ഷാർക്കിനൊക്കെ അല്ലെങ്കിൽ കോൺട്രാക്ടസിന് ടീത്ത് ഉണ്ട്. പക്ഷെ ആ ടീത്ത് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പ്ലക്കോയിഡ് സ്കെയിൽസിൻ്റെ മോഡിഫിക്കേഷനാണ്. ദേ ഹാവ് ടീത്ത്, നല്ല പവർഫുൾ ആയിട്ടുള്ള ടീത്ത് ആർക്കുണ്ട്, ഷാർക്ക് പോലെയുള്ള കോൺട്രാക്ടസിനുണ്ട്. പക്ഷെ ആ ടീത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ദേ ആർ മോഡിഫിക്കേഷൻ ഓഫ് പ്ലക്കോയിഡ് സ്കെയിൽസ്. പ്ലക്കോയിഡ് സ്കെയിൽസിൻ്റെ മോഡിഫിക്കേഷനാണ്. സോ ദ ക്ലാസ് കോൺട്രാക്ടസ്, their skins with placoid scales, teeth are modified placoid scales which are backwardly directed. ആ ടീത്ത് എങ്ങനെയായിരിക്കും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്, ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് ആയിട്ടായിരിക്കും അവരുടെ ടീത്ത് കാണുക. എന്നാൽ ഓസ്ട്രിക്ടസിൽ എങ്ങനെയാണ്, ദേ ഹാവ് സൈക്ലോയിഡ് സ്കെയിൽസ്. സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മളുടെ കോൺട്രാക്ടസിൽ എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആയിരിക്കും. കോൺട്രാക്ടസിൽ എയർ ബ്ലാഡർ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഓസ്ട്രിക്ടസിന് എന്തുണ്ട്, എയർ ബ്ലാഡർ ഉണ്ടായിരിക്കും. ചെറിയ മീനുകളൊക്കെ നമ്മൾ നന്നാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചെറിയ എയർ സാക്സ് കാണാൻ പറ്റും. അതാണ് അവരുടെ എയർ ബ്ലാഡർ എന്ന് പറയുന്നത്. ഈ കോൺട്രാക്ടസിൽ എന്തുണ്ടാവില്ല, ഈ എയർ ബ്ലാഡർ ഉണ്ടാവില്ല. അങ്ങനെ എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, താഴേക്ക് സിങ്ക് ചെയ്ത് പോകും.
എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യാൻ വേണം, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അവർ താഴേക്ക് സിങ്ക് ചെയ്ത് പോവും. ഇനി കോൺട്രിക്ടസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി അടുത്ത പറയുന്ന ആരെ കുറിച്ചിട്ടാണ്? ഓസ്റ്റിക്ടസ്. ഓസ്റ്റിക്ടസിൻ്റെ കേസിൽ അവർക്ക് എയർ ബ്ലാഡർ പ്രസൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യില്ല, കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർഫസിൽ ഇങ്ങനെ കുറേ നേരം നിൽക്കാനും പറ്റും. സ്വിം ചെയ്യാണ്ട് കുറേ നേരം നിൽക്കാനും ആർക്ക് പറ്റും? ഓസ്റ്റിക്ടസിന് സാധിക്കും. ഓക്കെ, അതാണ് വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി കോൺട്രിക്ടസ് എന്ന് പറയുന്നത് പോയ്ക്കിലോതേംസ് ആണ്. ഓസ്റ്റിക്ടസും എന്താണ്? പോയ്ക്കിലോതേംസ് ആണ്. പോയ്ക്കിലോതേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ബ്ലഡിൻ്റെ വേറൊരു പേരാണ്. അതായത് അവരുടെ ബ്ലഡ് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിനനുസരിച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരും. പുറത്തുള്ളതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചറിൽ എന്ത് വരും, ചേഞ്ച് വരുന്നതിനെയാണ് എന്തെന്ന് പറയുക, കോൾ ബ്ലഡഡ് എന്ന് പറയുന്നത്. കോൺട്രിക്ടസിൽ അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 2 ചേമ്പേർഡ് ആണ്. ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും ആയിരിക്കും. ഇനി ഓസ്റ്റിക്ടസിലാണെങ്കിലും 2 ചേമ്പേർഡ് ആണ്. ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇവരുടെ സെക്സസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ഓസ്റ്റിക്ടസ് ആയിക്കോട്ടെ കോൺട്രിക്ടസ് ആയിക്കോട്ടെ രണ്ടിലും സെക്സസ് സെപ്പറേറ്റ് ആണ്. പക്ഷേ കോൺട്രിക്ടസിൽ അതിൻ്റെ മെയിൽസിൽ പെൽവിക് ഫിൻസ് ഉണ്ടായിരിക്കും. പെൽവിക് ഫിൻസ്. ഈ പെൽവിക് ഫിൻസിൽ എന്തുണ്ടായിരിക്കും? ക്ലാസ്പേഴ്സ് ഉണ്ടായിരിക്കും. പെൽവിക് ഫിൻസിൽ എന്തുണ്ടായിരിക്കും? ക്ലാസ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ ക്ലാസ്പേഴ്സ് ആണ് അവരുടെ കോപ്പുലേറ്ററി ഓർഗൻ. കോപ്പുലേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിൽ നിന്നുള്ള ഈ സെമൻ അല്ലെങ്കിൽ സ്പേമിന് എന്ത് ചെയ്യണം, ഫീമെയിൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് വഴിയാണ്? ഈ ക്ലാസ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, പക്ഷേ ഓസ്റ്റിക്ടസിൽ ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആയിരിക്കും. ഈ ക്ലാസ്പേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അവർ മോസ്റ്റ്ലി എന്താണ്? ഒവി പാരസ് ആണ്. ഒവി പാരസ് മീൻസ് എഗ് ലേയിങ് ആണ്. എഗ് ലേ ചെയ്യും, ആ എഗ്ഗ് വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങളാവും അല്ലേ. അതുകൊണ്ടാണ് ദേ ആർ ഒവി പാരസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കോൺട്രിക്ടസിൽ അവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദെയർ ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് മെനി ആർ വിവി പാരസ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതിൽ കൂടുതലും എന്താണ്? വിവി പാരസ് ആണ്. ബിക്കോസ് ദേ ഗേവ് ബർത്ത് ടു ദെയർ യങ് വൺസ്. അങ്ങനെ ആയതുകൊണ്ട് അവർ വിവി പാരസ് ആണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ക്ലാസ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ പെൽവിക് ഫിൻ. ഈ പെൽവിക് ഫിന്നിൽ എന്തുണ്ടായിരിക്കും? മെയിൽ ആണെങ്കിൽ അവിടെ ക്ലാസ്പേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ഇതാണ് ഫീമെയിൽസ്. ഇത് ക്ലോയാക്കയാണ്. അപ്പോൾ ഈ ക്ലാസ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ക്ലോയാക്കയിലൂടെ സ്പേമിന് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മെയിലും ഫീമെയിലിൻ്റെയും കേസിൽ പറയാനുള്ളത്. ഇനി കോൺട്രിക്ടസ് കഴിഞ്ഞ് ഇനി ഓസ്റ്റിക്ടസ് ആണെങ്കിൽ ഇത് ഫീമെയിൽ ഓവറിയാണ്, അത് മെയിൽ ടെസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ ഫീമെയിൽ ഓവറിയും അത് മെയിൽ ടെസ്റ്റിസും ആണ്. പക്ഷേ ഇവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഈ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ മീനിൻ്റെ ഉള്ളിൽ പഞ്ഞീനുണ്ടെന്നൊക്കെ പറയും. അതിനെന്തെന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. സോ അതാണ് സംഭവം. ഓക്കെ, അതാണ് അവരുടെ ഫീമെയിൽ ഓവറിയും മറ്റേത് എന്താണ്? മെയിൽ ടെസ്റ്റിസും ആണ്. ഇനി കോൺട്രിക്ടസിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സ്കോളിയോഡൻ, കാർക്കാരോഡോൺ. അതായത് വലിയ ഷാർക്കിനെ, വൈറ്റ് ഷാർക്കിനെ പറയുന്ന പേരാണ് കാർക്കാരോഡോൺ. ഇതാണ് ലാർജ് അല്ലെങ്കിൽ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്ന് പറയുന്നത്. സ്കോളിയോഡനെ പറയുന്ന വേറെ ഷാർക്ക് തന്നെയാണ്. സ്കോളിയോഡനെ പറയുന്ന വേറൊരു പേരാണ് എന്താ? ഡോഗ് ഫിഷ്. ചെറിയ ഷാർക്കാണ് സ്കോളിയോഡൻ എന്ന് പറയുന്നത്. ഇനി പ്രിസ്റ്റിസ്, ദാറ്റ് ഇസ് സോ ഫിഷ്. ആൻഡ് ട്രൈഗൺ. ട്രൈഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരണ്ടി. ചിലതിൽ ഇലക്ട്രിക് ഓർഗൻസ് പ്രസൻ്റ് ആയിരിക്കും. ചില ഇലക്ട്രിക് റേസ് ഒക്കെ ഉണ്ടായിരിക്കും. അവരിൽ എന്ത് പ്രസൻ്റ് ആണ്? ഇലക്ട്രിക് ഓർഗൻസ് പ്രസൻ്റ് ആണ്. ചിലതിൽ പോയിസണസ് ഗ്ലാൻസ് പ്രസൻ്റ് ആയിരിക്കും. സ്റ്റിങ്കിങ് ഓർഗൻസ് ഒക്കെ ചിലതിൽ പ്രസൻ്റ് ആയിരിക്കും. ഇതാണ് ആരുടെ കേസിൽ പറയുന്നത്? കോൺട്രിക്ടസിൽ. ഇനി ഈ ഓസ്റ്റിക്ടസിൽ വരുന്നത് ഏതൊക്കെയാണ്? അവർ മറൈനുണ്ട്, അതേപോലെ തന്നെ ഫ്രഷ് വാട്ടർ ഉണ്ടെന്ന് പറഞ്ഞു. മറൈനിൽ വരുന്നതാണ് എക്സോസീറ്റസ്. ഫ്ലൈയിങ് ഫിഷാണ് എക്സോസീറ്റസ് എന്ന് പറയുന്നത്. ഹിപ്പോകാമ്പസ്. ഈ സാധനം ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് ഫിഷസിൽ വരുന്നതാണ് ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീ ഹോൾസ് എന്ന് പറയും. ഫ്രഷ് വാട്ടറിൽ വരുന്നതാണ് ലാബിയോ, കട്ട്ല, അതേപോലെ തന്നെ ക്ലാരിയസ്. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്? നമ്മുടെ ഫ്രഷ് വാട്ടർ ഫിഷസിൽ വരുന്നതാണ്. അക്വാറിയം ടൈപ്പിൽ വരുന്നതാണ് ഏത്? ബെറ്റോ, ഫൈറ്റിംഗ് ഫിഷ്, ഫൈറ്റർ എന്ന് നമ്മൾ പറയില്ലേ. അതേപോലെ തന്നെ ടീറോഫൈലം. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഏഞ്ചൽ ഫിഷ്. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്? അക്വാറിയം ഫിഷസിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പിസസിൻ്റെ കേസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ പിസസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോൺട്രിക്ടസും അതേപോലെ തന്നെ ഓസ്റ്റിക്ടസും. കോൺട്രിക്ടസ് എന്ന് പറയുമ്പോൾ അവരുടെ എൻഡോസ്കെലട്ടൺ എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ ആണ്. അവരുടെ ബോഡി എന്ന് പറയുന്നത് സ്ട്രീം ലൈൻഡ് ബോഡി ആയിരിക്കും. പിന്നെന്താ പറഞ്ഞത്? അവർക്ക് പെയേർഡ് ഫിൻസ് പ്രസൻ്റ് ആണ് അല്ലേ. പക്ഷേ പെയേർഡ് ആയിട്ടുള്ള ഗിൽ സ്ലിറ്റ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ആ ഗിൽ സ്ലിറ്റ്സിനെ കവർ ചെയ്തിട്ട് എന്തുണ്ടായിരിക്കില്ല? ഓപ്പർക്കുലം ഉണ്ടായിരിക്കില്ല അല്ലേ. ഓപ്പർക്കുലം ഉണ്ടായിരിക്കില്ല. പിന്നെന്താ പറഞ്ഞത്? അവരുടെ സ്കിന്നിൽ എന്തുണ്ടായിരിക്കും? പ്ലക്കോയിഡ് സ്കെയിൽസ് ഉണ്ട്. ഈ പ്ലക്കോയിഡ് സ്കെയിൽസിൻ്റെ മോഡിഫിക്കേഷൻ ആണ് അവരുടെ ടീത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് ആയിരിക്കും അവരുടെ ടീത്ത് എന്ന് പറയുന്നത്. ഇനി മെയിൽസിൽ എന്ത് പ്രസൻ്റ് ആണ്? പെൽവിക് ഫിന്നിൻ്റെ അവിടെ
ക്ലാസ്പേഴ്സ് പ്രസൻ്റ് ആണ്. അതൊരു കോപ്പുലേറ്ററി ഓർഗൻ ആണ്. അത് യൂസ് ചെയ്തിട്ടാണ് അവർ സ്പേമിന് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, ഫീമെയിൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചില കോൺട്രക്ടസിൽ അവർക്ക് ഇലക്ട്രിക് ഓർഗൻസും അതേപോലെ തന്നെ പോയ്സണസ് സ്റ്റിങ്കിങ് ഗ്ലാൻസ് ഒക്കെ അല്ലെങ്കിൽ സ്റ്റിങ്കിങ് ഓർഗൻസ് ഒക്കെ പ്രസൻ്റ് ആണ്. ഇലക്ട്രിക് ഓർഗൻസും അതേപോലെ തന്നെ പോയ്സണസ് ആയിട്ടുള്ള സ്റ്റിങ്കിങ് ഓർഗൻസും അവരുടെ ബോഡിയിൽ പ്രസൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ ട്രൈഗണിലൊക്കെ അതേപോലെ തന്നെ ഇലക്ട്രിക് റേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവരിലൊക്കെ എന്തുണ്ടാകും, ഇലക്ട്രിക് റേസിൻ്റെ പ്രത്യേകത അവർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ചെറിയ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ പ്രേസിനൊക്കെ ഒന്നുകിൽ പ്രേസിനെ ക്യാപ്ചർ ചെയ്യും, അതേപോലെ തന്നെ അവരുടെ എനിമീസിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഇലക്ട്രിക് റേസ് ആണ് അവർ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, അവരുടെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അവർ വിവിപാരസ് ആണ്. അവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. കൂടുതലും വിവിപാരസ് ആണ്. കൂടുതലും വിവിപാരസ് എന്ന് പറയാൻ കാരണം അവരുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും, ദേ ഗേവ് ബർത്ത് ടു ദെയർ യങ് വൺസ് അല്ലേ. അതാണ് ഏതിൽ വരുന്നത്, കോൺട്രക്ടസിൽ വരുന്നത്. ഇനി ഓസ്ട്രിക്ടസിൻ്റെ കേസിൽ കോൺട്രക്ടസിൽ ഒരു ഫീച്ചറും കൂടി ഉണ്ട്, അവർക്ക് എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദേ ഹാവ് ടു സ്വിം കണ്ടിന്യൂസ്ലി ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് സിങ്ക് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, സ്വിം ചെയ്യണം. ഇനി ഓസ്ട്രിക്ടസിൻ്റെ കേസിൽ എങ്ങനെയാണ്, ഓസ്ട്രിക്ടസ് എന്ന് പറയുമ്പോൾ അവരുടെ ബോഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ എൻഡോസ്കെലറ്റൺ എന്ന് പറയുന്നത് ബോണി എൻഡോസ്കെലറ്റൺ ആണ്. സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. മൗത്ത് കാണുന്നത് ടെർമിനൽ റീജിയനിലായിരിക്കും. പെയർഡ് ഫിൻസ് പ്രസൻ്റ് ആണ്. ഗിൽസ് ഒരു 4 പെയർ ഗിൽസ് ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് കവേർഡ് വിത്ത് ഓപ്പർക്കുലം. അവരുടെ സ്കെയിൽസ് എന്ന് പറയുന്നത് സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. എയർ ബ്ലാഡർ പ്രസൻ്റ് ആണ്. എയർ ബ്ലാഡർ പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറേ നേരം എന്ത് ചെയ്യാൻ പറ്റും, സർഫസിൽ വന്ന് നിൽക്കാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആരുടെ ഫീച്ചേഴ്സ്, കോൺട്രക്ടസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവർ രണ്ടുപേരും പോയിക്കിലോതേംസ് ആണ്. അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് വെൻട്രൽ സൈഡിലാണ്. 2 ചേമ്പേർഡ് ഹാർട്ട് ആയിരിക്കും. ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും ആണുള്ളത്. ഇത്രയും ഫീച്ചേഴ്സാണ് ഈ 2 ക്ലാസ്സസിൽ പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ഏതാണ്, അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്ന സൂപ്പർ ക്ലാസ് ഏതാണ്, സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ഈ സൂപ്പർ ക്ലാസ് ടെട്രാപോഡൻ്റെ പ്രത്യേകത അവർക്ക് 2 പെയർ ലിംസ് ഉണ്ടായിരിക്കും. 2 പെയർ ലിംസ് ഉണ്ടായിരിക്കും. അങ്ങനെ 2 പെയർ ലിംസ്, അതായത് 4 ലിംസ് ഉള്ളതുകൊണ്ടാണ് ടെട്രാപോഡ എന്ന് പറയുന്നത്. ടെട്രാ മീൻസ് 4, പോഡ മീൻസ് ലെഗ്സ് ഓർ അപ്പൻഡേജസ്. അങ്ങനെ 4 അപ്പൻഡേജസ് ഉള്ളതുകൊണ്ട് ടെട്രാപോഡ എന്നുള്ള പേര് വന്നു. ഓക്കെ, ഈ സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ വരുന്നതാണ് ഏതൊക്കെ, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ഏവ്സ് ആൻഡ് മാമൽസ്. 4 ക്ലാസ്സസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ഏവ്സ് ആൻഡ് മാമൽസ്. ഇതിൽ ആംഫിബിയൻസിൻ്റെ പ്രത്യേകത എന്താ, അവർക്ക് അക്വാട്ടിക്കിലും അതേപോലെ തന്നെ അക്വാട്ടിക് ഹാബിറ്റേറ്റിലും അതേപോലെ തന്നെ ലാൻഡ് ഹാബിറ്റേറ്റിലും ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റിലും ജീവിക്കാൻ പറ്റുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആംഫിബിയൻസ് എന്ന് പറയാം അല്ലേ. ദേ ഡിപ്പെൻഡ് വാട്ടർ ഫോർ ദെയർ റീപ്രൊഡക്ഷൻ. അവരുടെ റീപ്രൊഡക്ഷനും മറ്റും വേണ്ടിയിട്ട് അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവർ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പകുതി കടലിൽ, പകുതി ലാൻഡിലും പകുതി വാട്ടറിലുമായിട്ട് ജീവിക്കുന്നവരെ നമ്മൾ എന്തെന്ന് പറയും, amphibians എന്ന് പറയും. Amphibians can live in aquatic and terrestrial habitats and need water for breeding. അവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് എന്ത് വേണം, വാട്ടർ വേണം. ആൻഡ് their body divided into 2 region, head and trunk. അവരുടെ ബോഡീനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെഡ് റീജിയനും ബാക്കി റീജിയനും എന്താ പറയുക, ട്രങ്ക് എന്നാ പറയുക. ആൻഡ് സം ഹാവ് ടെയിൽ. ചിലതിൽ എന്തുണ്ടായിരിക്കും, ടെയിൽ പ്രസൻ്റ് ആയിരിക്കും. ഇവരുടെ സ്കിൻ എന്ന് പറയുന്നത് മോയ്സ്റ്റ് സ്കിന്നാണ്, അല്ലെങ്കിൽ കുഴ പോലെ ഇരിക്കുന്ന സ്കിന്നാണ് ആർക്കുണ്ടാവുക, ഈ ആംഫിബിയൻസിന് ഉണ്ടാവുക. സോ ദേ ഹാവ് മോയ്സ്റ്റ് സ്കിൻ വിത്തൗട്ട് സ്കെയിൽസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 പെയർസ് ഓഫ് ലിംസ്. ഒട്ടുമിക്ക ആംഫിബിയൻസിനും 2 പെയർ ലിംസ് ഉണ്ടായിരിക്കും. ഇവരുടെ ഇയർ എന്ന് പറയുന്നത് ടിംബാനം ആയിരിക്കും. ഇപ്പോൾ ഫ്രോഗിൻ്റെ ഒക്കെ കേസിൽ അവരുടെ ഇയർ പോലത്തെ ആ ഭാഗം, ഇയർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇയർ എന്നൊന്നും പറയാൻ പറ്റില്ല. ആ സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുക, ടിംബാനം എന്ന് പറയുക. ആൻഡ് ദാറ്റ് ടിംബാനം റെപ്രസെൻറ്റ്സ് ദെയർ ഇയർ. അതാണ് അവരുടെ ഇയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദേ ഹാവ് 3 ചേമ്പേർഡ് ഹാർട്ട്. അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 3 ചേമ്പേർഡ് ആയിരിക്കും. 2 അട്രിയം അല്ലെങ്കിൽ 2 ഓറിക്കിൾ ഉണ്ടായിരിക്കും, ഒരൊറ്റ വെൻട്രിക്കിൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ദ ഹാർട്ട് ഈസ് 3 ചേമ്പേർഡ് വിത്ത് 2 ഓറിക്കിൾ ആൻഡ് 1 വെൻട്രിക്കിൾ. ഇതാണ് നമ്മുടെ ഫ്രോഗിൻ്റെ ടിംബാനം എന്ന് പറയുന്നത്. ഈ കാണുന്ന റീജിയൻ ആണ് അവരുടെ ടിംബാനം. ഇതവരുടെ ഹാർട്ടാണ്, 3 ചേമ്പേർഡ് ഹാർട്ടാണ്. 2 ഓറിക്കിൾ ഉണ്ടായിരിക്കും, ഒരു കോമൺ വെൻട്രിക്കിൾ ഉണ്ടായിരിക്കും. അവരുടെ സ്കിൻ എന്ന് പറയുന്നത് മോയ്സ്റ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ഉണ്ടായിരിക്കില്ല. പിന്നെന്താണ് അവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ആൻഡ് ദേ ആർ പോയിക്കിലോതേംസ്. മീൻസ്
അവർ കോൾ ബ്ലഡഡ് ആണ്. അവർ പോയിക്കിലോതേംസ് അല്ലെങ്കിൽ കോൾ ബ്ലഡഡ് ആണ്. അവരുടെ എലിമെൻ്ററി കനാൽ, ഇപ്പോൾ ഫ്രോഗിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എലിമെൻ്ററി കനാൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് അതേപോലെ തന്നെ യൂറിനറി ട്രാക്റ്റ് ഒക്കെ കൂടിയിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഒരു കോമൺ ചേംബറിലേക്കാണ്. ആ കോമൺ ചേംബറിന് പറയുന്ന പേരാണ് ക്ലയാക്ക. അവരുടെ എലിമെൻ്ററി കനാൽ അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ്, യൂറിനറി ട്രാക്റ്റ് ഇതൊക്കെ കൂടി ഓപ്പൺ ചെയ്യുന്നത് ഒരു കോമൺ ചേംബറിലേക്കായിരിക്കും. ആൻഡ് ദാറ്റ് ചേംബർ ഈസ് നോൺ ആസ് ക്ലയാക്ക. അപ്പോൾ അവിടെ ക്ലയാക്ക പ്രസൻ്റ് ആണ്. സോ ദ എലിമെൻ്ററി കനാൽ, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓപ്പൺസ് ഇൻ ടു എ ക്ലയാക്ക ആൻഡ് വിച്ച് ഓപ്പൺസ് ടു എക്സ്റ്റീരിയർ. അതാണ് പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് ദ റെസ്പിറേഷൻ, അവരുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ബൈ ഗിൽസിലൂടെ, അതേപോലെ തന്നെ ഇപ്പോൾ ലാർവൽ സ്റ്റേജിലാണ് നമ്മൾ ഗിൽസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, റെസ്പയർ ചെയ്യുന്നത്. പക്ഷേ അഡൾട്ട് ആകുമ്പോൾ ചിലപ്പോൾ എങ്ങനെയായിരിക്കും, ലങ്സോ അല്ലെങ്കിൽ സ്കിൻ യൂസ് ചെയ്തിട്ടായിരിക്കും അവർ റെസ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഫ്രോഗിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ലങ്സ് ഉണ്ട്, അതേപോലെ തന്നെ സ്കിൻ ഉണ്ട്. സ്കിന്നിലൂടെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്പയർ ചെയ്യാൻ സാധിക്കും. സോ ദെയർ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഗിൽസ്, അതേപോലെ തന്നെ സ്കിൻ ആൻഡ് ലങ്സ്. ഓക്കെ, ആൻഡ് ദെയർ സെക്സസ് ആർ സെപ്പറേറ്റ്, മെയിലും ഫീമെയിലും ഉണ്ട്. ഓക്കെ, സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, അവ ഒവി പാരസ് ആണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്, ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലാർവൽ സ്റ്റേജ്. ഒരു ലാർവൽ സ്റ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ബഫോ, ടോഡ്, പോക്രാച്ചി തവള അല്ലെങ്കിൽ ചുരുത്തവള എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം, അതാണ് ബഫോ അല്ലെങ്കിൽ ടോഡ് എന്ന് പറയുന്നത്. ഇത് സാധാ തവള, പച്ച തവള, ചില ആൾക്കാർ കഴിക്കാനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഫ്രോഗ് അല്ലെങ്കിൽ റാണ എന്ന് പറയുന്നത്. ഇത് ഹൈല, ട്രീ ഫ്രോഗ് ആണ്, മരത്തവള പറയും. ഇനി ഇതെന്താണ്, സാലമാൻഡർ. സാലമാൻഡർ എന്ന് എന്താ അറിയുമല്ലോ, ഇതാണ് സാലമാൻഡർ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇക്തിയോഫസ്. ഇക്തിയോഫസ് ഒരു പാമ്പ് പോലെ നമുക്ക് തോന്നുമെങ്കിലും, അതായത് ഈ കുരുടിപ്പാമ്പിനെ പോലെ തോന്നും, പക്ഷെ അതെന്തല്ല, സ്നേക്ക് അല്ല, അതൊരു ആംഫിബിയൻ ആണ്. Okay, that is Ichthyophis. These are the examples of the class Amphibia. So amphibians features എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, അവർ അക്വാട്ടിക് ആയിട്ടും അതേപോലെ തന്നെ ടെറസ്ട്രിയൽ റീജിയനിലും ജീവിക്കാൻ പറ്റുന്നവരെയാണ് ആംഫിബിയൻസ് എന്ന് പറയുക. ആൻഡ് ദേ ഡിപ്പെൻഡ് വാട്ടർ ഫോർ ബ്രീഡിങ്. അവരുടെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്കിൻ എന്ന് പറയുന്നത് മോയ്സ്റ്റ് സ്കിന്നാണ്. ബോഡി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെഡും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ട്രങ്ക് ഉണ്ടായിരിക്കും. ചിലതിൽ ടെയിൽ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു, സ്കെയിൽസ് ഉണ്ടായിരിക്കില്ല, ഇല്ലേ. ഇനി അവരുടെ ഇയർ എന്ന് പറയുന്നത് ടിംബാനോ ആണ് അവരുടെ ഇയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദേ ഹാവ് 3 ചേംബേർഡ് ഹാർട്ട് വിത്ത് 2 ഓറിക്കിൾസ് ആൻഡ് 1 വെൻട്രിക്കിൾ. ഇനി അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ, എക്സ്ക്രീറ്ററി ട്രാക്ട്, അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, യൂറിനറി ട്രാക്ട് ഒക്കെ കൂടിയിട്ട് കോമൺ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ചേംബർ ഉണ്ട്. ആൻഡ് ദാറ്റ് ചേംബർ ഈസ് നോൺ ആസ് ക്ലോയാക്ക ആൻഡ് ദാറ്റ് ഓപ്പൺസ് ഔട്ട്സൈഡ്. ഓക്കെ, അതാണ് പിന്നെ പറയുന്നത്. അവരിൽ സെക്സസ് സെപ്പറേറ്റ് ആണ്, മെയിലും ഫീമെയിലും ഉണ്ട്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ബഫ, റാണ, ഹൈല, ഇതൊക്കെയാണ് ഇവരുടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ലിംബ്ലെസ് ആംഫിബിയൻസ് ആണ് ആര്, ഇക്തിയോഫിസ്. അത് ചോദിക്കാറുണ്ട്, ലിംബ്ലെസ് ആംഫിബിയൻ ഏതാണ്, ഇക്തിയോഫിസ് ആണ്. ഇക്തിയോഫിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ലിംബ്ലെസ് ആംഫിബിയൻ. ലിംസ് ഇല്ലാത്ത, ബാക്കി എല്ലാറ്റിനും എന്തുണ്ട്, ലിംസ് ഉണ്ട്. ലിംസ് ഇല്ലാത്ത ആംഫിബിയൻ ആണ് ആര്, ഇക്തിയോഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ഏതാണ്, ക്ലാസ് റെപ്റ്റീലിയ. നമ്മുടെ സ്നേക്ക്, ടർട്ടിൽ ഇതൊക്കെ വരുന്നത് ഏതിലാണ്, ക്ലാസ് റെപ്റ്റീലിയയിലാണ്. ഈ റെപ്റ്റീലിയസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആയിരിക്കും, അതേപോലെ തന്നെ കോണിഫൈഡ് സ്കിൻ ആയിരിക്കും. കോണിഫൈഡ് എന്ന് പറയുമ്പോൾ കുറേ മുള്ളു പോലെ ആയിരിക്കും അവരുടെ സ്കിന്നിന് സർഫസ് എന്ന് പറയുന്നത്. ഡ്രൈ ആയിരിക്കും. ആൻഡ് ദേ ആർ കോണിഫൈഡ് സ്കിൻസ് ആൻഡ് ദേ എപ്പിഡെർമൽ സ്ക്യൂട്സ് ഓർ സ്കെയിൽസ് ആർ പ്രസൻറ്റ്. എപ്പിഡെർമിസിൽ എന്തുണ്ടായിരിക്കും, സ്കെയിൽസോ അല്ലെങ്കിൽ സ്ക്യൂട്സ് പോലെയുള്ള സബ്സ്റ്റൻസ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി സ്നേക്ക് അതേപോലെ തന്നെ ലിസാർഡിൻ്റെ ഒക്കെ കേസിൽ നോക്കുകയാണെങ്കിൽ ദേ ഷെഡ് ദെയർ സ്കെയിൽസ്. അവരെന്ത് ചെയ്യും, അവരുടെ സ്കെയിൽസ് എന്ത് ചെയ്യും, ഷെഡ് ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പാമ്പ് പടം പൊളിക്കുക എന്ന് പറയും. അല്ലെങ്കിൽ പാമ്പ് എന്ത് ചെയ്യും, അതിൻ്റെ സ്കെയിൽസിനെ കളയും, ഷെഡ് ചെയ്ത് കളയും. അതിനെ പറയുന്ന പേരാണ് എന്ത്, സ്കിൻ കാസ്റ്റിംഗ്. സ്കിൻ കാസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ദ സ്നേക്സ് ആൻഡ് ലിസാർഡ്സ് ഷെഡ് ദെയർ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ് ആൻഡ് ദേ ഹാവ് 2 പെയർഡ് ലിംസ്. 2 പെയർ ലിംസ് ഉണ്ടായിരിക്കും. ഈ ലിംസ് പ്രസൻ്റ് ആണെങ്കിൽ 2 പെയർ ലിംസ് ഉണ്ടായിരിക്കും. ഓക്കെ, 4 ലിംസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹൈൻഡ് ലിംസ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അവർ ക്രൗളിംഗ് ടൈപ്പാണ്. ക്രൗളിംഗ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ക്രൗളിംഗ് മൂവ്മെൻ്റ് ആയിരിക്കും. സോ അങ്ങനെ ക്രൗൾ ചെയ്തിട്ട് എഴയുന്നതിനെയാണ് ക്രൗളിംഗ് എന്ന് പറയുക, അല്ലേ. അങ്ങനെ ക്രൗളിംഗ് മൂവ്മെൻ്റ് ആയിട്ടുള്ളവരാണ് ആര്, റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇവരിലും അവരുടെ ഇയർ എന്ന് പറയുന്നത് എന്താണ്, ടിംബാനാണ്.
Tympanum represents their ear. And they also poikilotherms. അവരും poikilotherms ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 3 ചേമ്പേർഡ് ഹാർട്ടാണ്. 2 atria ഉണ്ടായിരിക്കും, ഒരു വെൻട്രിക്കിൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ സെപ്റ്റം എന്ന് പറയുന്നത് പാർഷ്യലി സെപ്പറേറ്റഡ് ആയിരിക്കും, ഫുള്ളി സെപ്പറേറ്റഡ് അല്ല, പാർഷ്യലി സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഹാർട്ട്. പക്ഷേ ക്രോക്കഡൈലിൻ്റെ കേസിൽ മാത്രം ഇങ്ങനെയാണ് 4 ചേമ്പേർഡ് ഹാർട്ട് ആയിരിക്കും. ബാക്കി എല്ലാ റെപ്റ്റൈൽസിലും 3 ചേമ്പേർഡ് ഹാർട്ടാണ്, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ക്രോക്കഡൈൽ. ക്രോക്കഡൈലിൽ 4 ചേമ്പേർഡ് ആയിരിക്കും അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത്. പോക്കിലോതേംസ് എന്ന് പറഞ്ഞു, അവരുടെ എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. റെസ്പിറേഷൻ ത്രൂ ലങ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റെസ്പയർ ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. പിന്നെ എന്താണ്, അവർ ഒവി പാരസ് ഉണ്ടായിരിക്കും, ചിലത് വിവി പാരസ് ഉണ്ടായിരിക്കും. ഒവി പാരസ് ആണ് കൂടുതലും, എന്നാൽ ചിലതിൽ എന്ത് കാണിക്കാറുണ്ട്, വിവി പാരി കാണിക്കാറുണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് റെപ്റ്റീലിയ ആർ കീലോൺ. കീലോൺ മീൻസ് ടർട്ടിൽ, ടെസ്റ്റുഡോ ടോട്ടോയിസ്, കമലിയോൺ ട്രീ ലിസാർഡ്, ഹെമിഡാക്റ്റൈൽ നമ്മളുടെ വോൾ ലിസാർഡ് പല്ലിയില്ലേ അതിനെയാണ് ഹെമിഡാക്റ്റൈൽ എന്ന് പറയുക. കെലോട്ടസ് ഗാർഡൻ ലിസാർഡിനെയാണ് കെലോട്ടസ് എന്ന് പറയുക. ക്രൊക്കഡൈൽ, എലിഗേറ്റർ എന്താ, ചീങ്കണ്ണി. ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾസ്, റെപ്റ്റൈൽസിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ദ ക്ലാസ് റെപ്റ്റീലിയ, അവരുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ക്രൗളിംഗ് മൂവ്മെൻ്റ് ആയിരിക്കും. അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആയിരിക്കും, അതേപോലെ തന്നെ കോണിഫൈഡ് ആയിരിക്കും അവരുടെ സ്കിൻ എന്ന് പറയുന്നത്. അവർ പോയിക്കിലോതേംസ് ആണ്. അതേപോലെ തന്നെ ഹാർട്ട് എന്ന് പറയുന്നത് 3 ചേമ്പേർഡ് ഹാർട്ട് ആയിരിക്കും, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ക്രോക്കോഡൈൽ. പിന്നെ സ്കെയിൽസും സ്ക്യൂട്ട്സും ഒക്കെ എന്തായിരിക്കും, പ്രസൻ്റ് ആയിരിക്കും. ചിലത് എന്ത് കാണിക്കും, സ്കിൻ കാസ്റ്റിംഗ് കാണിക്കും. അതായത് സ്നേക്ക്, ലിസാർഡ് അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്കിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്കിൻ ഷെഡ് ചെയ്യുന്നതിനെയാണ് സ്കിൻ കാസ്റ്റിംഗ് എന്ന് പറയുക. പിന്നെ സ്കെയിൽസും സ്ക്യൂട്ട്സും ഒക്കെ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു, ഡ്രൈ ആണെന്ന് പറഞ്ഞു. പിന്നെന്താ നമ്മൾ പറയാനുള്ളത്, പിന്നെ അവർ കൂടുതലും ഒവി പാരസ് ആയിരിക്കും. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ആയിരിക്കും. ഇയർ എന്താണ്, ടിംപാനോ ആണ് അവരുടെ ഇയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദി ക്ലാസ്, ഫീച്ചേഴ്സ് ഓഫ് ദ ക്ലാസ് റെപ്റ്റീലിയ. ഓക്കെ, ക്ലിയർ. ആൻഡ് there are some poisonous snakes. പോയ്സണസ് ആയിട്ടുള്ള കുറേ സ്നേക്സുകളുണ്ട്. ഏതൊക്കെയാണ്, നാജ, കോബ്ര, ബാങ്കറസ്, ക്രേറ്റ്സ്, വൈപ്പർ. ഇതൊക്കെ ഏതാണ്, പോയ്സണസ് ആയിട്ടുള്ള റെപ്റ്റൈൽസിന് എക്സാമ്പിൾ ആണ്. നോൺ പോയ്സണസ് ഉണ്ട്, പൈത്തണൊക്കെ നോൺ പോയ്സണസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏത്, നമ്മുടെ ക്ലാസ് റെപ്റ്റീലിയൻസിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്ലാസ് ഏതാ, ഇനി 2 ക്ലാസ്സും കൂടി ഉണ്ട്. ആ ക്ലാസ്സാണ് ഒന്ന് ക്ലാസ് എയ്വ്സ്, ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ബേർഡ്സ് വരുന്നതാണ് ഇതിൽ, എയ്ഡ്സിൽ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബേർഡ് ആണെങ്കിൽ എന്തൊക്കെ ഫീച്ചർ ഉണ്ടായിരിക്കും, നമുക്കറിയാവുന്ന കുറച്ച് ഫീച്ചേഴ്സ് പറയാം. അവർക്ക് ഫെതേഴ്സ് പ്രസൻ്റ് ആയിരിക്കും, അല്ലേ, ഫെതേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ വിങ്സ് പ്രസൻ്റ് ആയിരിക്കും, വിങ്സും ഫെതേഴ്സും പ്രസൻ്റ് ആയിരിക്കും. സോ ദ പ്രസൻസ് ഓഫ് ഫെതേഴ്സ് ആൻഡ് ബീക്ക് ഉണ്ടായിരിക്കും, കൊക്ക് ഉണ്ടായിരിക്കും അല്ലേ. ആൻഡ് ദേ ഹാവ് ബീക്ക് ആൻഡ് ദെയർ 4 limbs ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. അവരുടെ 4 limbs എന്തായിട്ടാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്, വിങ്സ് ആയിട്ടാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആയിരിക്കും, വിത്തൗട്ട് ഓയിൽ ഗ്ലാൻഡ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഓയിൽ ഗ്ലാൻഡ് എവിടെ കാണും, അതിൻ്റെ ടെയിലിൻ്റെ ടിപ്പിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഓയിൽ ഗ്ലാൻഡ് കാണാൻ സാധിക്കും. ഗ്ലാൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അവരുടെ ഹൈൻഡ് ലിംബിൽ എന്ത് കാണാൻ പറ്റും, സ്കെയിൽസ് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ആർ മോഡിഫൈഡ് ഫോർ വാക്കിംഗ്. ചിലതിൽ വാക്കിങ്ങിനായിരിക്കും, ചിലതിൽ സ്വിമ്മിങ്ങിനായിരിക്കും, ചിലതിൽ ക്ലാസ്പിങ്ങിനായിരിക്കും. ഇങ്ങനെ പല മോഡിഫിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഹൈൻഡ് ലിംസിൻ്റെ കേസിൽ. അവരുടെ ഹൈൻഡ് ലിംസ് എന്ന് പറയുന്നത് അവരുടെ കാല്, ചിലത് നല്ല ഓടുന്ന ആൾക്കാരായിരിക്കും, അപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും. ചിലത് ഇങ്ങനെ മരത്തുമ്മലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ക്ലാസ്പേഴ്സ് പ്രസൻ്റ് ആയിരിക്കും, അപ്പോൾ അങ്ങനെ മോഡിഫൈഡ് ആയിട്ടുള്ളതായിരിക്കും. ചിലതിൽ എങ്ങനെയാണ്, വാക്കിംഗ് ടൈപ്പ് ആയിരിക്കും, ചിലതിൽ സ്വിമ്മിങ് ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ ഡക്കിൻ്റെ ഒക്കെ കേസിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഹൈൻഡ് ലിം എന്ന് പറയുന്നത് സ്വിമ്മിങ്ങിന് അഡാപ്റ്റഡ് ആണ്, അല്ലേ. അപ്പോൾ ആ ഒരു അഡാപ്റ്റേഷൻ കാണിക്കാൻ പറ്റും. പിന്നെന്താണ്, അവരുടെ they have long hollow pneumatic bonds. അവർക്ക് ലോങ് ആയിട്ടുള്ള ഹോളോ ആയിട്ടുള്ള ന്യൂമാറ്റിക് ബോൺസ് ഉണ്ട്. ആ ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുന്നത് എയർ ക്യാവിറ്റീസ് ഉള്ള ബോൺസിനെയാണ് എന്തെന്ന് പറയുക, ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുക. അങ്ങനെ എയർ ക്യാവിറ്റീസ് ഉള്ള ബോൺസ് പ്രസൻ്റ് ആയതുകൊണ്ടാണ് അവരുടെ ബോഡി വെയിറ്റ് എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നത് അവരെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ ഫ്ലൈറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ടിംപാനം റെപ്രസെൻറ്റ്സ് ദെയർ ഇയർ. ഇവരിലും ടിംപാനാണ് അവരുടെ ഇയർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഹോമിയോതേംസ്. അവർ ഹോമിയോതേംസ് ആണ്, അതായത് വാം ബ്ലഡഡ് ആയിട്ടുള്ളവരാണ് ആര്, എയ്വ്സ് എന്ന് പറയുന്നത്. അവർക്ക് 4 ചേമ്പേർഡ് ഹാർട്ട് ആയിരിക്കും, 2 atria ഉണ്ടായിരിക്കും, 2 വെൻട്രിക്കിൾ ഉണ്ടായിരിക്കും. 4 ചേമ്പേർഡ് ഹാർട്ടാണ്. പിന്നെ അവരുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഒരു അഡീഷണൽ ചേമ്പർ ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. അവരുടെ ബോഡിയിൽ എലിമെൻ്ററി കനാലിൽ 2 അഡീഷണൽ ചേമ്പർ ഉണ്ടായിരിക്കും, ക്രോപ്പും ഗിസാർഡും. എന്തിനു വേണ്ടിയിട്ടാണ്, ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്.
ഇനി റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഡബിൾ റെസ്പിറേഷൻ ആണ്, എയർ സാക്സ് ഉണ്ടായിരിക്കും. അതായത് ലെൻസിനോട് കണക്ട് ചെയ്തിട്ട് എന്ത് പ്രസൻ്റ് ആണ്? എയർ സാക്സ് പ്രസൻ്റ് ആണ്. ഓക്കെ. പിന്നെ പറയുന്നത് ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അവർ ഒവി പാരസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. എക്സാമ്പിൾ കോർബസ് അല്ലെങ്കിൽ ക്രോ, കൊളുംബ, പീജിയൻ, പിസ്റ്റാക്കുല, പാരറ്റ്, സ്ട്രുതിയോ, ഓസ്ട്രിച്ച്, പാവോ, പീകോക്ക്, നോഡേറ്റസ്, പെൻഗ്വിൻ, നിയോഫ്രോൺ, വോൾച്ചർ. ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ക്ലാസ് എയ്വ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ എയ്വ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്നത് ആരാണ്? ബേർഡ്സ് ആണ്. ബേർഡ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വിങ്സ് പ്രസൻ്റ് ആണ്, ഫെതേഴ്സ് പ്രസൻ്റ് ആണ്, ബീക്ക് പ്രസൻ്റ് ആണ്. സോ ബീക്സും അതേപോലെ തന്നെ ഫെതറും പ്രസൻ്റ് ആണ്. പിന്നെന്താണ്? അവരുടെ ഫോർ ലിംബ് എന്തായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്? വിങ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആണ്, വിത്തൗട്ട് ഗ്ലാൻഡ്സ്. പക്ഷേ ഓയിൽ ഗ്ലാൻഡ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ആ ടെയിലിൻ്റെ ടിപ്പിൽ മാത്രമായിട്ട് ഓയിൽ ഗ്ലാൻഡ് പ്രസൻ്റ് ആണ്. ഇനി ഇവരുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലങ്സ്, ഡബിൾ റെസ്പിറേഷൻ ആണ്. ലങ്സിലൂടെയാണ് റെസ്പയർ ചെയ്യുന്നത്. അവിടെ എന്തുണ്ടായിരിക്കും? ആ ലങ്സിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു എയർ സാക്ക് പ്രസൻ്റ് ആണ്. ഇവരുടെ ബോൺസ് എന്ന് പറയുന്നത് ദേ ഹാവ് ലോങ് ഓസിഫൈഡ് ന്യൂമാറ്റിക് ബോൺസ്. ലോങ് ഓസിഫൈഡ് ആയിട്ടുള്ള ന്യൂമാറ്റിക് ബോൺസ് ഇവർക്ക് പ്രസൻ്റ് ആണ്. ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേർഡ് ഹാർട്ട് ആയിരിക്കും വിത്ത് 2 atrium and 2 ventricles. ദേ ആർ ഹോമിയോതേംസ്. അവർ വാം ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇനി അവരുടെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഒവി പാരസ് ആണ്. എഗ് ലേയിങ് ആയിരിക്കും ആര്? ബേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ 4 വിങ്സ് എന്തായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്? വിങ്സ് ആയിട്ട്. 4 ലിംസ് എന്തായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്? വിങ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് അവരുടെ ബോഡിയിൽ ഓസിഫൈഡ് ബോൺസ് ആണ്, അല്ലെങ്കിൽ ന്യൂമാറ്റിക് ബോൺസ് ആണ്. എയർ കാവിറ്റീസ് ഉള്ള ബോൺസ് ആയതുകൊണ്ട് അതും അവരുടെ ഫ്ലൈറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? പ്രസൻസ് ഓഫ് ഫെതേഴ്സ്. ഫെതേഴ്സും എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് അവരുടെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കുക. പിന്നെ ഹൈൻഡ് ലിംസ് എന്ന് പറയുന്നത് വാക്കിങ്ങിന് അതേപോലെ തന്നെ ക്ലൈംബിങ്ങിനൊക്കെ അഡാപ്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദ ലാസ്റ്റ് ക്ലാസ്, നമ്മുടെ വെർട്ടിബ്രേറ്റ്സിൽ ടെട്രാപോഡിൽ വരുന്ന ലാസ്റ്റ് ക്ലാസ് ആണ് ഇത്, ക്ലാസ് മമേലിയ. മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് എന്താണ്? പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്. മാമറി ഗ്ലാൻഡ് എന്തായിരിക്കും? പ്രസൻ്റ് ആയിരിക്കും. സോ പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ് ഓർ മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്. മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്സ് പ്രസൻ്റ് ആയിട്ടുള്ളവരെയാണ് എന്തെന്ന് പറയുക? മാമൽസ് എന്ന് പറയുന്നത്. ആൻഡ് സ്കിൻസ് വിത്ത് ഹെയർ. സ്കിന്നിൽ മൊത്തം എന്തുണ്ടായിരിക്കും? ഹെയർ ആയിരിക്കും. ഹെയറി സ്കിൻസ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ബോഡിയിലൊക്കെ നോക്കുകയാണെങ്കിലും നമ്മുടെ സ്കിൻ എങ്ങനെയാണ്? ഹെയറി സ്കിൻസ് ആണ്. ഓക്കെ. their skin with hair and 2 pair of limbs for walking, running, climbing, burrowing, swimming and flying. ഓക്കെ. എന്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? വാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റണ്ണിങ്ങിന്, ക്ലൈംബിങ്ങിന്, അതേപോലെ തന്നെ ബറോവിങ്, സ്വിമ്മിങ്, ഫ്ലൈയിങ്, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പെയർ ലിംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും അല്ല, ഡിപ്പെൻഡിങ് ഓൺ ഓരോ ഓർഗാനിസംസ്, ഓരോ ആനിമൽസിനനുസരിച്ചിട്ട്. ഓക്കെ. ഇനി അവർക്ക് എക്സ്റ്റേണൽ ഇയേഴ്സ് പ്രസൻ്റ് ആണ്. പിന്നെ ഈ എക്സ്റ്റേണൽ ഇയറിനെയാണ് എന്തെന്ന് പറയുക? പിന്ന എന്ന് പറയുക. ഇപ്പം നമുക്കൊക്കെ എക്സ്റ്റേണൽ ഇയേഴ്സ് എന്തായിരിക്കും? പ്രസൻ്റ് ആയിരിക്കും. സോ ദേ ഹാവ് എക്സ്റ്റേണൽ ഇയർ ആൻഡ് ദേ ഹാർട്ട് ഈസ് 4 ചേമ്പേർഡ് ഹാർട്ട്. ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേർഡ് ഹാർട്ടാണ്. അവർ വാം ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അവരുടെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അവരുടെ ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അവർ വിവി പാരസ് ആണ്. മോസ്റ്റ്ലി ദേ ആർ വിവി പാരസ്. എന്നാൽ എഗ് ലേയിങ് ആയിട്ടുള്ളൊരു മാമലുണ്ട്. എഗ് ലേയിങ് മാമൽ ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും എന്താണ്? അവർ മോസ്റ്റ്ലി ദേ ആർ വിവി പാരസ്. ഏറ്റവും കൂടുതൽ അവർ വിവി പാരസ് ആണ്. സോ ഹാർട്ട് 4 ചേമ്പേർഡ് ആണെന്ന് പറഞ്ഞു, ഹോമിയോതേംസ് ആണെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? പിന്നെ പറയാനുള്ളത് അവരുടെ എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. ടീത്ത് എന്ന് പറയുന്നത് ഹെട്രോഡോണ്ട് ആയിരിക്കും. ഹെട്രോഡോൺ ടീത്ത് ആയിരിക്കും. അതായത് ഡെന്റിഷൻ എന്ന് പറയുന്നത് ഹെട്രോഡോൺ, തീക്കോഡോൺ ആൻഡ് ഡൈഫെറോഡോൺ. ആൻഡ് ദേ റെസ്പയർ ത്രൂ ലങ്സ്. റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ലങ്സ് ആണ്. എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? അവരുടെ കേസിൽ കിഡ്നിയാണ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. ഹിയർ ദ സെക്സസ് ആർ സെപ്പറേറ്റ്. മെയിലും ഫീമെയിലും ഉണ്ടായിരിക്കും. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. വിവി പാരസ് ആണെന്ന് പറഞ്ഞു. എക്സെപ്റ്റ് എക്കിഡ്ന ആൻഡ് പ്ലാറ്റിപ്പസ്. എക്കിഡ്നയും പ്ലാറ്റിപ്പസുമാണ് എന്ത്? എഗ് ലേയിങ് ആയിട്ടുള്ള മാമൽസ്. അവർ എങ്ങനെയാണ്? വിവി പാരസ് അല്ല, അവർ ഒവി പാരസ് ആണ്. അവരുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഡയറക്റ്റ് ആയിരിക്കും. നമ്മുടെ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആണ്. നമുക്ക് ലാർവൽ സ്റ്റേജും കാര്യങ്ങളൊന്നുമില്ല. ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഡയറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
ഓക്കെ, എക്സാമ്പിൾ ആണ് ഇത് ഓർണിത്തോറിങ്കസ്, ഇതാണ് നമ്മുടെ പ്ലാറ്റിപ്പസ്, ഇത് മാക്രോപ്പസ് കാംഗ്രൂ, ഇത് ചിറോപ്പസ്. ഫ്ലൈയിങ് ഫോക്സ് ആണ്, ഫ്ലൈയിങ് മാമലാണ് ആര്? ചിറോപ്പസ്. നമ്മൾ ബാറ്റില്ലേ, അതാണ് ഫ്ലൈയിങ് മാമൽ എന്ന് പറയുന്നത്. ഇനി മക്കാക്ക ഓർ മങ്കി, ഇവരൊക്കെ ഇതിൽ വരുന്നതാണ്? മമേലിയയിൽ വരുന്നതാണ്. ഇതിൽ ഓർണിത്തോറിങ്കസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ്, ഇതാണ് എഗ് ലേയിങ് മാമൽ. എഗ് ലേയിങ് മാമലിന് എക്സാമ്പിൾ ആണ് പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ കാമൽസ്, റാറ്റസ്, കാനസ്, ഫെലിസ്, എലിഫസ്. എലിഫസ് മീൻസ് എലിഫന്റ്, ഫെലിസ് മീൻസ് കാറ്റ്, ഫെലിസ് ഡൊമസ്റ്റിക്ക. പിന്നെ കാനസിൽ വരുന്നതാണ് ആര്? നമ്മുടെ ഡോഗ്. റാറ്റസ്, റാറ്റ്. കാമിലസ്, ക്യാമൽ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇതൊക്കെയാണ് നമ്മളുടെ മാമൽസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി നമ്മുടെ അക്വാട്ടിക് ആയിട്ടുള്ള മാമൽസും ഉണ്ട്. അക്വാട്ടിക് മാമൽസ് ഏതൊക്കെയാണെന്നറിയോ? അക്വാട്ടിക് മാമൽസിൽ വരുന്നതാണ് നമ്മളുടെ ബ്ലൂ വെയിൽ. ബ്ലൂ വെയിൽ എന്തിൽ വരുന്നതാണ്? അക്വാട്ടിക് മാമലിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഡോൾഫിൻ, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? അക്വാട്ടിക് മാമലിൽ വരുന്നതാണ്. എക്വസ്, ഹോഴ്സ്, പാന്തീറ ടൈഗ്രസ്, പാന്തീറ ലിയോ, ഇതൊക്കെ എന്തിലാണ് വരുന്നത്? ഇതൊക്കെ മാമൽസിൽ വരുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ മാമൽസിന് എക്സാമ്പിളാണ്. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ മാമൽസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാമൽസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മാമറി ഗ്ലാൻഡ് പ്രസൻ്റ് ആണ്. സോ പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്. സ്കിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹെയറി സ്കിൻ ആയിരിക്കും, ഗ്ലാൻഡുലാർ ആയിരിക്കും. പിന്നെ അവരുടെ ഡെൻറ്റിഷൻ എന്ന് പറയുന്നത് ഹെട്രോഡോണ്ട് ആണ്, ഡൈഫോഡോണ്ട് ആണ്, തീക്കോഡോണ്ട് ആണ്. ഓക്കെ, ഹെട്രോഡോൺ എന്ന് പറയാൻ കാരണം പല ടൈപ്പിലുള്ള ടീത്ത് ഉള്ളതുകൊണ്ട് ഹെട്രോഡോണ്ട്. ഡൈഫോഡോണ്ട് എന്ന് പറയാൻ കാരണം 2 സെറ്റ്, ലൈഫ് ടൈമിൽ 2 സെറ്റ് ടീത്ത് വരുന്നതുകൊണ്ട് ഡൈഫയോഡോണ്ട്. പിന്നെ ഏതാ പറയുന്നത്? പിന്നെ പറയുന്നത് തീക്കോഡോണ്ട് ആണ്. അതായത് ടീത്ത്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ ജോ സോക്കറ്റിലായിരിക്കും, അതുകൊണ്ടാണ് തീക്കോഡോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡെൻറ്റിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവർ ഹോമിയോ ടേംസ് ആണ്, വിച്ച് മീൻസ് ദേ ആർ warm-blooded animals. Their heart is on the ventral side. Their respiratory organ is lungs. Excretory organ is kidney. ഇനി റെസ്പിറേഷൻ ലങ്സിലൂടെയാണെന്ന് പറഞ്ഞാൽ അവരുടെ എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് എലിമെൻ്ററി കനാലാണ്, വെൽ ഡെവലപ്ഡ് ആയിട്ടായിരിക്കും. പിന്നെ എന്തൊക്കെയായിരുന്നു മാമൽസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? അവരുടെ ഹൈൻഡ് ലിംസും അതേപോലെ തന്നെ ഫോർ ലിംസും. ഇതിലെ ഹൈൻഡ് ലിംസ് ഒക്കെ മോഡിഫൈഡ് ആയിട്ട് പല രീതിയിൽ മോഡിഫൈഡ് ആയിരിക്കും. ചിലതിൽ ഫ്ലൈയിങ്ങിനായിരിക്കും, ചിലതിൽ വാക്കിങ്ങിനായിരിക്കും, ചിലതിൽ സ്വിമ്മിങ്ങിനായിരിക്കും. ഇങ്ങനെ പല മോഡിഫിക്കേഷൻസ്, റണ്ണിങ്ങിനൊക്കെ അഡാപ്റ്റഡ് ആയിരിക്കും അവരുടെ ഹൈൻഡ് ലിംസ് എന്ന് പറയുന്നത്. സോ ആ അഡാപ്റ്റേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന് എക്സാമ്പിൾസ് കുറേ എണ്ണം നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ആരുടെ ഫീച്ചേഴ്സ്? ക്ലാസ് മമേലിയൻ്റെ ഫീച്ചേഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും ഫൈലംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഏകദേശം ഒരു 11 ഫൈലംസ് പഠിച്ചിട്ടുണ്ട്. അതിനൊക്കെ എക്സാമ്പിൾസ് നല്ലതുപോലെ നോക്കുക. ഓരോ ഫൈലത്തിൻ്റെയും ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നോക്കണം. ഇപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഫൈലംസ് ഡിസ്കസ് ചെയ്തു. അതൊക്കെ നന്നായിട്ട് നോക്കുക. ഇതുവരെ ഞാൻ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരയ്ക്കും താങ്ക് യു.